പലർക്കും ഒരു എന്ന് വെച്ചാൽ NABH സർട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് പറയണതല്ലാണ്ട് അത് എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ആദ്യം ഒരു അറിവല്ല, അത് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എളുപ്പമായിരിക്കും. നമുക്ക് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഫില്ല് ചെയ്യുമ്പോൾ വെറുതെ അതുണ്ടോ ഇല്ലയോ എന്ന് ഫില്ല് ചെയ്യൽ മാത്രമല്ല. അപ്പൊ അത് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാം, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അത് ആദ്യം ഒരു ഞാനിപ്പോ സ്ലൈഡ് ഷെയർ ചെയ്യാം, അത് കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യാം, ഒരു സെക്കൻഡ്. കുറച്ചൊരു കോൾ അതിന്റെ ഇടയ്ക്ക് വന്നതാണ്. സ്ക്രീൻ ഷെയർ ഓക്കെ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീന്? കാണാലോ അല്ലേ? ഓക്കെ, മ്യൂട്ട് ആക്കിക്കോളൂ എല്ലാവരും. നമ്മൾ വേഗം കാര്യങ്ങൾ തീരുമാനിച്ച് പോവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ NABH എന്താണെന്നുള്ളത് ഒറ്റ വാക്കിൽ സാർ അന്ന് മീറ്റിംഗിൽ പറഞ്ഞാണ്. എന്നാലും നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുമ്പോൾ ISI മാർക്കുള്ള സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്വാളിറ്റി അക്രഡിറ്റേഷൻസ് ഉണ്ടല്ലോ, അതായത് 916 ഗോൾഡ് അങ്ങനെയൊക്കെ പറയില്ല, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഹോസ്പിറ്റൽസിനൊക്കെ ഉള്ള ഒരു ISI മാർക്ക് പോലത്തെ സാധനമാണ് NABH, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്ക്, ഒരു സ്റ്റാമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ കൂടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് NABH കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക, പേഷ്യൻസിന് അതേക്കുറിച്ചുള്ള അവയർനെസ് കൂട്ടുക, അല്ലെ? നമ്മുടെ അവിടെ വരുന്ന ആൾക്കാർക്ക് എന്താണ് അവിടെ നിന്ന് കെയർ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതെന്ന് അറിഞ്ഞാലേ കൂടുതൽ ആൾക്കാർ വരുള്ളൂ, അല്ലെ? അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു ഫ്ലോയില് ഒരു നമുക്ക് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുക. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ആയുർവേദത്തിനാണെങ്കിലും ഹോമിയോനാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് എവിഡൻസ് ഇല്ല എന്നുള്ള രീതിക്ക് പറയണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് പ്രൂഫായിട്ടും ഡോക്യുമെന്റേഷനും വേണം. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം, നമ്മൾ പല എന്താ രജിസ്റ്ററുകൾ കുറെ എണ്ണം എന്ന് പറഞ്ഞ് കാണിച്ചു, കുറെ ഡേറ്റ കാണിച്ചു. അപ്പൊ ഇതൊക്കെ എന്തിനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളെങ്കിൽ അത് നമുക്ക് ഈ ഡേറ്റ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ചെയ്തതിന്റെ ഒരു പ്രൂഫാണ്, അല്ലെ? നമ്മൾ എപ്പോഴും അറ്റൻഡൻസ്, ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ വെച്ച് എന്തുകൊണ്ടിനാണ്? നമുക്ക് പ്രൂഫ് വേണം നമ്മൾ അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ എല്ലാ സാധനത്തിനും ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടും അല്ലാത്ത പ്രൂഫ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ള കാണിക്കാനായിട്ടുള്ള ഒരു പ്രൂഫാണ് നമ്മുടെ ഡോക്യുമെന്റേഷൻ. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ആയുർവേദക്കാർക്ക് ഹോമിയോക്കാർക്കാണെങ്കിലും ഏറ്റവും കുറവായിട്ട് ഇപ്പൊ കാണുന്നത്, അല്ലെ? ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ NABHന്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പലതരം അക്രഡിറ്റേഷൻസ് ഉണ്ട്, ഓരോ ഹോസ്പിറ്റൽസിനായിട്ടും ബ്ലഡ് ബാങ്കിന്, അങ്ങനെ പല സാധനങ്ങൾക്കുണ്ട്. നമ്മളിപ്പോ ആയുഷിന്റെ എൻട്രി ലെവലിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അതല്ലാണ്ട് ഹോസ്പിറ്റലിന് വലിയ ഫുൾ അക്രഡിറ്റേഷൻ ആയിട്ട് നടത്തുന്നുണ്ട്. അതല്ലാണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ ആയുഷ് എൻട്രി ലെവലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതുകൊണ്ട് പേഷ്യൻസിന് എന്താണ് ബെനിഫിറ്റ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ബെനിഫിറ്റ്, സ്റ്റാഫിന് എന്താണ് ബെനിഫിറ്റ്. ഇതാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മളെല്ലാം ഫാസ്റ്റ് ആയിട്ട് നേരെ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതിലേക്ക് പോകും. പക്ഷെ അത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ അറിയാനാണ് ആദ്യം ഇത് പറയുന്നത്. കാരണം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ വെറുതെ കുറെ ഡീറ്റെയിൽസ് കുറെ കൊടുത്തു, ഇതൊക്കെ എന്തിന് എന്നറിയാണ്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല, കൊടുക്കുന്നതിന്റെ ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഫില്ല് ചെയ്യണേ? ആദ്യത്തെ ബെനിഫിറ്റ്സ് പേഷ്യൻസ്. നമ്മൾ ഫുൾ ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും വർക്ക് ചെയ്യുന്നത് പേഷ്യൻസിന് വേണ്ടി മാത്രമാണ്.
അല്ലാണ്ട് നമ്മുടെ സ്റ്റാഫിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്, നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ്. പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് കെയർ, പേഷ്യൻസ് എത്രത്തോളം നമ്മുടെ അവിടെ വന്നിട്ട് സന്തോഷവാന്മാരായിട്ട് പോകുന്നു, നമ്മൾ ഒരു പേഷ്യന്റ് വന്ന് നമ്മുടെ കെയർ കാരണം അവിടെ നല്ല രസമായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നേരെ കയറി ചെന്നാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ, ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് അല്ലെ. നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞപ്പോ ഗൂഗിൾ റിവ്യൂ ഒക്കെ എഴുതില്ലേ, ഇന്ന നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിവ്യൂ എഴുതുക. അപ്പൊ ആ ഒരു റിവ്യൂ കാരണം കൂടുതൽ ആൾക്കാർ വരിക. നമുക്ക് പേഷ്യൻസിന്റെ ആ ഒരു പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് NABHന്റെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊരു സാധനം ഈ സാധനം ഉണ്ടോ, ഇന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ പ്രൈവസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ ചോദ്യം വരുന്നത്? അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പേഷ്യൻസിന്റെ ഡേറ്റ കറക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്, പേഷ്യന്റിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ കൊടുക്കുന്നത്, പേഷ്യന്റിന് വേണ്ട സാധനങ്ങൾ എന്താ, പേഷ്യന്റ് ഹാപ്പി ആണോ, പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ അല്ലെ. നമ്മുടെ അവിടെ വന്നു പോയി കഴിഞ്ഞിട്ട് കൂടുതൽ വയ്യായം കൊണ്ടാണോ പേഷ്യന്റ് പോകുന്നത്, അപ്പൊ അതിന് ഇൻഫെക്ഷൻ കൺട്രോൾ ഉള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം, ഗാർബേജ് ഡിസ്പോസൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ വരുന്നത്. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് ആണ്. പിന്നെ ക്വാളിറ്റി ഓഫ് കെയർ പേഷ്യന്റിന് വളരെയധികം ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന കെയർ ക്വാളിറ്റി ഉള്ളതായിരിക്കും. നമുക്ക് എന്തൊക്കെയാണോ അവിടെ ഫെസിലിറ്റീസ് ഉള്ളതെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയും അതിനനുസരിച്ച് നമ്മൾ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. പേഷ്യന്റ് സേഫ്റ്റി, അതായത് നമ്മൾ എന്താ പ്രൈവസിയുടെ കാര്യങ്ങളാണെങ്കിലും പേഷ്യന്റ് നടന്നു വരുമ്പോ വീഴാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഡിസേബിൾഡ് പേഷ്യൻസിനുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇൻഫെക്ഷൻ കൺട്രോൾ, അതാണ് പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ. അവിടെ വന്നിട്ട് വേറൊരു രോഗം പിടിച്ച് പേഷ്യന്റ് പോകരുത്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി NABHലെ പേഷ്യൻസിനുള്ള ബെനിഫിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പോയിന്റ്സ് ഇല്ല, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് പല പോയിന്റ്സും NABHന്റെ അവര് എഴുതി തന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പേഷ്യൻസിന് വേണ്ടി മാത്രമാണോ? അല്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് എന്ത് ഗുണം ഉണ്ടാവുക NABH കിട്ടിക്കഴിഞ്ഞാല്? ഇതൊരു കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ് ആണ്. ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാമോ? ആരാ മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നേ? മൈക്ക് ഒന്ന് നോക്കാമോ, ആരാണ്? ഒന്ന് എല്ലാരും ഒന്ന് നോക്കിക്കോളൂ മൈക്ക് ഓൺ ആണോന്ന്. റീനു, റീനു ആരാ? റീനു ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്തേക്കാമോ? നമുക്കത് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് വേറൊരു ഇത് വരുമ്പോ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. കാണുന്നില്ല അല്ലേ? വന്നല്ലോ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ബെനിഫിറ്റ്? ഇത് NABH ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മളിപ്പോ ഈ സാധനങ്ങൾ ഇപ്പൊ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേ? നമ്മൾ അസസ് ചെയ്തിട്ട് ഇതുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കും. അത് കഴിഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് നാമിന്റെ ഫണ്ടായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ട്, കഴിഞ്ഞ NABHന്റെ ഒക്കെയുള്ള കാര്യത്തില് പലയിടത്തും ഈ ഇതുണ്ടായിരുന്നു, എന്താ മറ്റേ സാധനത്തിന് വരുന്ന ഈ ഇലക്ട്രിസിറ്റിക്ക് സൈഡിലേക്ക് ജനറേറ്റർ, ജനറേറ്റർ അല്ല ഇൻവെർട്ടർ, സോറി, ഇൻവെർട്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പോയിന്റ് ആയിരുന്നത്. മിക്കവാറും സ്ഥലങ്ങളിൽ പഞ്ചായത്തിൽ ഫണ്ട് വെച്ചിട്ടാണ് അവിടെ ഇൻവെർട്ടർ മേടിച്ചത്, അതല്ലാണ്ട് മേടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഇന്നൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടി ഇങ്ങനെ ഒരു സാധനം അത്യാവശ്യമാണ്, അത് പഞ്ചായത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് നമുക്ക് ചോദിച്ച് നമുക്ക് അത് വേഗം നടത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് നടത്താൻ പറ്റുന്നു. പിന്നെ ക്രെഡിബിലിറ്റി, അതായത് നമ്മള് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് എങ്ങനെയാ റെഫർ ചെയ്യുക? നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നല്ലതാണ്, അവിടെ നല്ല വളരെ വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇല്ല. നമ്മുടെ ഈ ക്വസ്റ്റിനിയറിൽ ഉണ്ട് നമ്മൾ എങ്ങനെയാണോ ഒരാൾക്ക് മെഡിസിൻ കൊടുക്കുന്നത്, ഫാർമസിസ്റ്റുമാർ ഇതൊക്കെ എഴുതിയാണോ കൊടുക്കുന്നത്, എലിജിബിൾ ആയിട്ടുള്ള എഴുത്താണോ, ഓരോ പ്രിസ്ക്രിപ്ഷനും ഡോക്ടർമാര് ഇത് സൈൻ ചെയ്തിട്ടുള്ളതാണോ, അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അത് ക്രെഡിബിലിറ്റി. അപ്പൊ അവര് പറയും, ഒരു പേഷ്യന്റ് വന്ന് പോയി കഴിയുമ്പോൾ പറയും അവിടെ പോയാൽ മതി, എല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു തരും എന്നുള്ളത്. അതാണ് നമ്മുടെ ക്രെഡിബിലിറ്റി. പിന്നെ മെഡിക്കൽ ടൂറിസം, അപ്പൊ അതായത് ഈ ഒരു ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നമ്മുടെ ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ പോലും ഈ ഒരു ക്വാളിറ്റി ഓഫ് NABH എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നമ്മുടെ ഇതിന് മാത്രമല്ല, വലിയ ഹോസ്പിറ്റൽസിന് അത് ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ടൂറിസം ഇതായിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ ആൾക്കാരെ നമുക്ക്
ഡീൽ ചെയ്യാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി കെയർ അവർ പുറമേയുള്ള രാജ്യങ്ങളിലെ എങ്ങനെയാണോ അവർക്ക് കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടി വരുന്നത് ആ ഒരു ലെവലിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പിന്നെയും പിന്നെയും ഇവര് ഓരോ 2 കൊല്ലം കൂടുമ്പോഴും ഇതൊന്നും കൂടെ അസസ് ചെയ്യുന്നത് കാരണം ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ, പുറകിലേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷന് ഉള്ള ഗുണങ്ങൾ. സ്റ്റാഫിനുള്ള ബെനിഫിറ്റ് എന്താണ്? ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ എന്തിനാ അവിടെ ഒരു ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. പേഷ്യൻസ് വന്ന് നമുക്ക് നല്ല രീതിക്ക് അത് കുറഞ്ഞു അല്ലെങ്കിൽ നല്ല പെരുമാറ്റമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിനും ആവശ്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി കൊടുത്തു അല്ലെ, നമ്മൾ മരുന്ന് കറക്റ്റ് ആയിട്ടല്ല എഴുതി കൊടുത്തെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ട് അത് മാറിപ്പോയി ഇത് മാറിപ്പോയി എന്നുള്ള പ്രശ്നം പറയാനോ പോയിന്റ് ഔട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടാ ചെയ്തിട്ടുള്ളത്, നമുക്ക് പ്രൂഫ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ പിന്നെ അതിന്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും ചെയറും എല്ലാ സാധനങ്ങളും വരുമ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻവെർട്ടർ ഒക്കെ വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഇംപ്രൂവ്മെന്റ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനും ഉണ്ട്. പിന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ ലൈഫിൽ തന്നെ എക്സാമ്പിൾ പറയാം. അതായത് ഞാനിപ്പോ NABH കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത്, സ്പീഡിൽ പറയാൻ പറ്റുന്നത്, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് അഹല്യ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിലാണ് പാലക്കാട്. അപ്പൊ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടായിരുന്നു സ്വപ്നത്തില്. അപ്പൊ അവിടെ NABH ഉണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ഒരു ക്വാളിറ്റി ടീം ആ ഹോസ്പിറ്റലിൽ ഉണ്ട്. അവിടെ എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ അല്ല, അവിടെ ഫുൾ ആയിട്ട് ഹോസ്പിറ്റലിന് NABH കംപ്ലീറ്റ് അക്രഡിറ്റേഷൻ. അപ്പൊ അവിടെ ഈ ഡോക്യുമെന്റേഷൻ ആണെങ്കിലും അവിടുത്തെ ക്വാളിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അവർ കണ്ടിന്യൂസ് ആയിട്ട് റൗണ്ട്സ് വരും. ഈ ഓരോ സാധനവും ഇതെന്താ ഇവിടെ ഇപ്പൊ പഞ്ചാർമ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണെങ്കിൽ വേസ്റ്റ് എന്താ അവിടെ ഇരിക്കണേ, ഇതെന്താ ഇവിടെ പകുതി ഒരു ഫയൽ അവിടെ വെറുതെ വെച്ചിട്ട് പോയേക്കണേ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഓരോന്നും നോക്കി നോക്കി അവിടെ ഒരു ബൾബ് കേടുവന്നിരിക്കുകയാണോ, ഇതെന്താ ഒരു ഹാൻഡ് റെയിൽ പൊട്ടിയിരിക്കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്ത് കണ്ടിന്യൂസ്ലി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അവിടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എത്ര സീംലെസ് ആയിട്ട് എത്ര എന്താ പറയാ ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടുന്ന് ഒരു നമ്പർ എടുക്കുന്നു, ഇത് OP ചീട്ട് എടുക്കുന്നു, കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻസ് കൊടുക്കുന്നു, അവിടെ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കുകയും ഫോളോ അപ്പ് നടക്കുകയും ക്വാളിറ്റി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു. അവിടെ കണ്ടത് കൊണ്ട് എന്താ, എനിക്കിപ്പോ ഇവിടത്തേക്ക് ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്താണ് NABH കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ്, അതെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റി. അപ്പൊ പ്രൊഫഷണലി എനിക്ക് ബെറ്റർ ആയിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റില്ലേ. നമ്മള് ചിലപ്പോ ഇപ്പൊ എന്താ എല്ലാത്തിനും ഡേറ്റ വേണം എന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ഓരോ മാസം കഴിയുമ്പോ എത്ര ഇതുണ്ട്, എത്ര ഹൈപ്പർ ടെൻഷൻ, എത്ര അനീമിയ എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ഡേറ്റ ചോദിക്കുന്നുണ്ട്. നമ്മള് ഇതിന്റെ ഓൾറെഡി നമുക്ക് ഇതുപോലത്തെ കുറെ രജിസ്റ്റർ നമ്മൾ തുടങ്ങുമ്പോൾ മാത്രമേ ഇതിനൊരു പ്രശ്നമുള്ളൂ. നമ്മൾ പുതിയൊരു രീതിയിലേക്ക് മാറി കഴിയുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഒരു ഡിസ്പെൻസറിയിൽ എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ആ കുറച്ചു കാലത്തേക്കൊന്നും ഇത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ സിസ്റ്റം ആണ് കിട്ടുന്നത്. ഈ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ സിസ്റ്റം കിട്ടിക്കഴിയുമ്പോൾ എന്താ, നമുക്ക് അതിൽ നിന്ന് ഡാറ്റ എടുത്തു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് അതിൽ നിന്ന് സ്റ്റഡീസ് ചെയ്യാം. ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇതിന് വന്നിരുന്നു, അതിന്റെ ഇന്നത്തെ ഫുട്ഫോൾ ഇത്രയും ഇന്നതായിട്ട് മാറി, ഇവരുടെ എന്താ അവരുടെ വീട്ടുകാരെ നമ്മൾ കൊണ്ടുവന്നു, ഇന്ന പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി, ഇത്രയും ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഫുൾ വലിയ ഡേറ്റ എന്ന് വെച്ചാൽ നമുക്കൊരു റിസർച്ചർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ റിസർച്ച് നടക്കുന്നത്? യൂഷ്വലി ഒരാൾ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും, അതിനു വേണ്ടിയിട്ട് പല സ്ഥലത്ത് പോയി ഓടി നടന്ന് റിസർച്ചിന് ക്വസ്റ്റ്യനിയർ കൊടുക്കലും സർവേ ചെയ്യലും ഒക്കെ ചെയ്യുക. അത് ഒരാളെ കൊണ്ട് ചിലപ്പോൾ നിറയെ സ്ഥലങ്ങളിൽ എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി നമ്മൾ ഇത് ചെയ്യുമ്പോൾ, ഡാറ്റ കളക്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് വലിയ ഉപകാരമാണ്. നമ്മുടെ സയൻസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇതുപോലത്തെ ഡേറ്റ കളക്ഷനും. അവിടെ ഇത്രയും ഈ ഒരു കുഞ്ഞു സ്ഥാപനമാണെങ്കിൽ പോലും അവിടെ എല്ലാ കാര്യങ്ങളും വെൽ ലേബിൾഡ് ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ, ഇത് നമ്മൾ ആ ക്വസ്റ്റ്യനിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇത് നോക്കിയാൽ അറിയാം നമ്മൾ അവിടെ വരുന്ന കാര്യങ്ങളുടെ മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് എന്തൊക്കെ പോയി ചെയ്യുന്നു, നമ്മുടെ അവിടെ എങ്ങനെയാണ് മരുന്ന് സ്റ്റോർ ചെയ്തേക്കുന്നത്, എത്ര വെൽ ലേബിൾഡ് ആണ്, എങ്ങനെയാണ് കൊടുക്കുന്നത്, അവിടെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, പേഷ്യൻസ് വരുന്നതിന്റെ ഫീഡ്ബാക്ക്, അങ്ങനെ എല്ലാ ലെവലിലും നമുക്ക് അവിടെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഉണ്ടോ, അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടോ, നമുക്ക് അങ്ങനെ എല്ലാ ലെവലിലുമുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഫഷണലി നമ്മളെ അത് വല്ലാണ്ട് ഡെവലപ്പ് ചെയ്യും.
നമുക്ക് ഒരു എന്താ പറയാ ഒരു പ്രശ്നം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു NABH കാര്യത്തിൽ മാത്രമല്ല നമ്മള് ഏത് കാര്യത്തിലും ഇന്നലെ പറഞ്ഞിട്ട് ഇന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഡാറ്റ കൊടുക്കുന്നതാണ് നമ്മൾ എല്ലാവരും അല്ലെ. നമുക്ക് ഷോർട്ട് നോട്ടീസിൽ ജോലി ചെയ്യാന്നുള്ളത് വലിയൊരു സാധാരണമായി തീർന്നിരിക്കുന്നു. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു നാക്ക് കിട്ടും, എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള. ആ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് എങ്ങനെ ഇതൊക്കെ കളക്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിന് ഒരു നാക്ക്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സ്റ്റാഫിനും ഉള്ള ഗുണങ്ങളാണ് ഇതിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കപ്പോ ഈ ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് എന്ന് നോക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഡേറ്റ കളക്ഷന്റെ എന്താണ് ഇതിലെ ഒക്കെയുള്ള ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ. രജിസ്റ്റേഴ്സ് എന്തൊക്കെ വേണം ഇതൊക്കെ എല്ലാവരും കണ്ടതല്ലേ. എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒപ്പം നോക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചോദിക്കുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് NABH ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. എന്തിനാണ് നമ്മൾ NABHന്റെ കാര്യങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടത്? കാരണം നമ്മൾ വെറുതെ ഒരു ഇത് കൊണ്ടുവന്നു നമ്മളെ കൊണ്ട് കുറെ പണിയെടുപ്പിച്ചു അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്നുള്ളത് നമ്മൾ വിചാരിക്കാണ്ട് നമുക്കിപ്പോ ഈ സാധനങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗുണം ഉണ്ടാവുക എന്നുള്ളത് അറിയാനാണ് നമ്മളിപ്പോ ഈ ഒരു ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ NABHന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമുക്ക് എന്തിനാന്ന് മനസ്സിലായായിരുന്നോ നേരത്തെ തന്നെ? ഡൗട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ആ ഒരു ഇതില് എന്തൊക്കെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ ഓൾറെഡി കുറെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോ ജസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കാനാണ്. അത് നമുക്ക് ഇല്ലാത്ത സാധനങ്ങൾ എത്രയും പെട്ടെന്ന് എങ്ങനെ എത്തിക്കാം, എന്തൊക്കെയാണ് നമുക്ക് എഴുതി വെക്കാനുള്ളത്. കാരണം ഡേറ്റ കുറച്ചധികം എഴുതാനുണ്ട്. അപ്പൊ ആ ഡേറ്റ എഴുതുമ്പോൾ അത് എപ്പോ തൊട്ടുള്ളതാണ് വേണ്ടത്, 2 കൊല്ലത്തേന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് ആയിട്ട് വെൽനസ് സെന്റർ ആയിട്ട് കുറച്ചു കാലേ ആയിട്ടുണ്ടാവുള്ളൂ അല്ലെ. നമുക്കപ്പോ വേറൊരു സംശയം കൂടെ തോന്നാവുന്നത്, ഇതിപ്പോ ഇതൊരു ഡിസ്പെൻസറി അല്ലേ, അപ്പൊ അതില് നമ്മൾ എന്തിനാ ഈ പുറത്തേക്ക് പോയിട്ടുള്ള ഈ ബാക്കി ഫാമിലി എംപാനൽമെന്റിനും പബ്ലിക് ഡേറ്റ എന്തിനാണ്? അവിടെ വരുന്ന ആൾക്കാരുടെ മാത്രം പേര് നമ്മൾ നോക്കിയാൽ പോരെയെന്ന്. പക്ഷെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആക്കി കഴിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടറുടെ വരെ പേര് മാറി അല്ലേ. ഡോക്ടർ എന്തായി? CHO ആയില്ലേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്നല്ലേ CHOന്റെ ഫുൾ ഫോം. അപ്പൊ നമ്മൾ ഒരു ഇരിക്കുന്ന സ്ഥലത്തെ ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലാണ്ട് അവിടെ വരുന്ന പേഷ്യൻസിനെ മാത്രമല്ല. അതിനു വേണ്ടിയിട്ടാണ് ഒരു മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കിനെ ആശാ വർക്കേഴ്സിനെയൊക്കെ ഇതാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പബ്ലിക് ഹെൽത്തിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പബ്ലിക് ആയിട്ടുള്ള മറ്റേ ഇത് ഡയബറ്റിസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന്റെ ഒക്കെ സർവേ എടുക്കുന്നതിന്റെ കാര്യങ്ങളാണ്, ശൈലി ആപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ നമ്മുടെ പ്രകൃതി അസസ്മെന്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഡേറ്റ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹലോ, കട്ടായില്ലല്ലോ, ഒരു കോൾ വന്നത്. ഇല്ല, കട്ടായിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പബ്ലിക്കിന്റെയും കൂടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് കടക്കാം. ഗൂഗിൾ ഫോം എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഇപ്പൊ ഒരു 6 മാസത്തിന്റെ ഉള്ളില് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയ ഏതെങ്കിലും ഡിസ്പെൻസറികളുണ്ടോ? എല്ലാരും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയിട്ട് 2 കൊല്ലം ആയോ? എത്രയായി? കൈ പൊക്കണത് അറിയാണ്ടാണോ അതോ ശരിക്കും ഉത്തരം പറയണതാണോ എന്ന് തിരിച്ചറിയുന്നില്ല. എന്തായാലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാണെങ്കിൽ പറഞ്ഞോളൂ. വളരെ റീസെന്റ് മാത്രം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഇത് എപ്പോഴായെന്ന് അറിയാൻ മാത്രമല്ല, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനും കൂടിയാ. ഞങ്ങളുടെ റീസെന്റ് ആയിട്ടാണ്. ഞാൻ ഹോമിയോ ഡിസ്പെൻസറി മാഞ്ഞൂര് CMO ആണ്.
ഞാൻ റീസെന്റ് ആയിട്ട് വെൽനസ് സെന്റർ ആയത് മാത്രമല്ല, ഞാൻ ജോയിൻ ചെയ്തതും റീസെന്റ്ലിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇംപ്ലിമെന്റേഷൻ നമുക്ക് ചെയ്യാൻ നിറയെ ആൾക്കാരെ തരും. അതായത് ഓരോ സാധനം അസസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് എന്തൊക്കെയാ അവിടെ വേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സാധനം പലരും അങ്ങനെയുണ്ട് മാഡം. പലർക്കും ഇപ്പൊ വന്ന് ട്രാൻസ്ഫർ കഴിഞ്ഞ് പുതിയതായിട്ട് വന്നവരുണ്ട്. പലയിടത്തും പല സ്ട്രക്ചറൽ പ്രശ്നങ്ങളുള്ളവരും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഡേറ്റ് മാത്രമേ നമുക്കിപ്പോ പെട്ടെന്ന് ഇപ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ബാക്കിലേക്ക്. പക്ഷെ എന്നാലും മിനിമം ഒരു 6 മാസത്തെ ഡേറ്റ് വേണമെന്നാണ് കേട്ടത് അല്ലേ സാറേ? 6 മാസത്തല്ലേ പറഞ്ഞു മിനിമം അറ്റ്ലീസ്റ്റ്? അതെ അതെ, 6 മാസത്തേത് ഈ മന്ത്ലി കണക്കുകൾ. അപ്പൊ അത് നമുക്ക് നോക്കാം 6 മാസത്തെ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു പേഷ്യൻസിന്റെ വെൽഫെയർ ആണ് നമ്മുടെ മനസ്സിൽ നിന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ എഴുതാനുള്ളത് പറ്റുന്നത്രയും നമുക്ക് നമ്മുടെ നോമിനൽ രജിസ്റ്ററിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റിയാൽ നല്ലത്. അതല്ലാച്ചാല് നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക, ആശമാര് ഉണ്ടെങ്കിൽ എന്നൊക്കെ നോക്കാം. പിന്നെ ഒട്ടും വിഷമിക്കണ്ട, എപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആൾക്കാരത് മനസ്സിലാക്കി തരാനും പറഞ്ഞു തരാനും ഒക്കെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, ക്വാളിറ്റി ടീം ഉണ്ടാവും. മാത്രമല്ല നമുക്കൊരു പറ്റിയാൽ നമ്മൾ അടുത്തുള്ള ഒരു ഇതൊക്കെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു ഡിസ്പെൻസറി പോയി കണ്ട് നമുക്കതെങ്ങനെ ഒരു ദിവസം എല്ലാരും കൂടെ ഒരു സ്ഥലത്തേക്ക് വന്ന് ബ്രേക്ക് ആവുന്നുണ്ട് രശ്മി ഡോക്ടറെ. നമ്മൾ ഈ പ്രാക്ടിക്കലി കാണുന്നത് പോലെ ആവില്ലല്ലോ. നമ്മൾ ഈ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് എന്ത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കംപ്ലീറ്റ്ലി ഒന്നുമില്ല, ഇപ്പൊ യോഗ ഹാൾ ഇല്ല, യോഗ ഹാൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലപ്പോ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ചിലപ്പോ പണി തീർക്കാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് എന്താ ചെയ്യാൻ പറ്റാന്നൊക്കെ അസസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ സെൽഫ് അസസ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സാധനത്തിലേക്ക് പോവാം. ആ ഒരു ലിസ്റ്റ് നമുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഒരു ഡോക്ടർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. നമ്മളുടെ ഡിസ്പെൻസറിയില് ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കില്ല. ആ ഡിസ്പെൻസറിയില് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ വന്നിട്ട് ഉള്ള ആൾക്കാരോട് കറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതായത് അസസ്മെന്റിന് വരുന്ന ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ഇന്ന സാധനത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അറിവ് എന്നവര് ചോദിക്കും. അപ്പൊ അത് പറയാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം ഇപ്പൊ ഒരു ക്ലീനിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ PTSനോടാണ് ചോദിക്കുക. PTSനോട് ചോദിക്കുമ്പോൾ ആ എന്തുകൊണ്ടാണ് നമ്മൾ വേറെ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് നടക്കണേന്ന് പറയാനായിട്ട് PTSന് അറിവ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് നമ്മൾ ഡോക്ടർക്ക് മാത്രം അറിവുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ആ PTSനെ അറിയിപ്പിക്കുക എന്നുള്ളതും ഒരു ജോബാണ്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിനും നമുക്ക് ഇതിന്റെ ഡേറ്റ കളക്ഷനിൽ എത്ര ട്രെയിനിങ്സ് ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ ഡേറ്റ കൊടുക്കേണ്ടത്. ഞാൻ അതുകൂടെ ഷെയർ ചെയ്യും. എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഇവിടെയുള്ളത് ഷെയർ ചെയ്യാം. എല്ലാവർക്കും കാണാലോ അല്ലെ? വന്നിട്ടുണ്ട്, പക്ഷേ പാർഷ്യൽ ആയിട്ടാണ്. അത് നമ്മൾ നീക്കാനേ പറ്റുള്ളൂ തോന്നുന്നു. ഓക്കെ, നമുക്ക് ആദ്യമേ തന്നെ ഇതേ സാധനം തന്നെയായിരിക്കും പ്രിന്റ് ചെയ്ത് ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഇതിന്റെ അസസ്മെന്റിന്റെ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് തന്നെയാണ്. അപ്പൊ ഇത് തന്നെയായിരിക്കും സ്റ്റേറ്റ് അസസ്മെന്റിന് വരുന്നവരാണെങ്കിലും അല്ലാണ്ട് പുറത്തുനിന്ന് അസസ്മെന്റിൽ വരുന്നവരുടെ കയ്യിലാണെങ്കിലും ഈ സാധനം തന്നെയായി ഉണ്ടാവുക. അവരിതിൽ തന്നെയാണ് മാർക്ക് ഇടുന്നത്. അപ്പൊ ഇതേ സാധനങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സെൽഫ് അസസ്മെന്റ് തരുന്നത്. അപ്പൊ നമ്മള് ഒരു പേഷ്യന്റ് പുറത്തുനിന്ന് വരുന്നത് തൊട്ട് അവിടെ ബോർഡുകൾ ഉണ്ടോ എന്നുള്ളത് തൊട്ടാണ് നമ്മൾ നോക്കുന്നത്. പുറത്ത് മെയിൻ റോഡുകളിലെ ബോർഡുകൾ ഉണ്ടോ, നമ്മൾ ആ ബോർഡ് അനുസരിച്ചിട്ട് വരാൻ പറ്റുമോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന് കറക്റ്റ് കളർ കോഡ് ഉണ്ടോ, ലേബിൾഡ് ആണോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണുള്ളത്. ആ ഒരു ഓർഡറിൽ അകത്തേക്ക് പറഞ്ഞതിന്റെ കാര്യങ്ങളാണ് ചോദിച്ചു വരുന്നത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വെറുതെ ഓടിച്ചു പോവാണ്.
വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽസ് പറയാം. അതായത് നമുക്ക് ആദ്യം ജനറൽ ഇൻഫർമേഷൻ ആ ഇതിന്റെ ഡിസ്പെൻസറിയെ കുറിച്ചുള്ള എവിടെയാണ്, ഏത് സ്റ്റേറ്റ് ആണ്, ഏത് താലൂക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറിന്റെ സാറിന്റെ ഡീറ്റെയിൽസ് അവിടെ ഇട്ടിരുന്നല്ലോ. ഇതൊക്കെ നാളെ തന്നെ ഫില്ല് ചെയ്ത് അയക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഓടിച്ച് സംസാരിച്ചു പോകുന്നത്. എല്ലാവരും ഒരു പ്രാവശ്യം വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അത് ചെയ്ത് കഴിയാറായി എന്നും വിശ്വസിക്കുന്നു. ഇതിനിപ്പോ ഫോട്ടോസ് ഒന്നും ഇടേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു സംശയം, ആപ്ലിക്കേഷൻ നമ്പറും ASWC സ്പെഷ്യാലിറ്റീസ് എന്നുണ്ടല്ലോ, അതിന് നമ്മൾ എന്താ ഫില്ല് ചെയ്യാ? അല്ല, ഇപ്പൊ നമ്മൾ അത് ഫില്ല് ചെയ്യണം എന്നില്ല, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലല്ലോ. സ്പെഷ്യാലിറ്റി ഇതല്ലേ, എന്താ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ, അതല്ലേ സ്പെഷ്യാലിറ്റി. അത് അത്രേ ഉള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലല്ലോ. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആദ്യം ഇതൊരു പ്രിന്റ് എടുത്ത് വെച്ചിട്ട് അത് അതിൽ എസ് ഓർ നോ എഴുതാൻ മാർക്കിടായിരിക്കും നല്ലതല്ലേ. നമ്മളൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഈ ക്ലിപ്പ് ബോർഡിൽ കൊണ്ടുവരുന്ന ടിക്ക് ഇടല്ലേ യൂഷ്വലി നമ്മൾ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അത് കഴിഞ്ഞിട്ട് ആ ഡേറ്റ നമ്മൾ ഇതാക്കി കഴിഞ്ഞ് എസ് ഓർ നോ ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതെടുത്ത് ആ കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ് എളുപ്പം. അല്ലാണ്ട് ഈ ഫോണിൽ നോക്കി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ CHOന്റെ ഡീറ്റെയിൽസ്, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. അത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മറ്റേ ഏതോ ഒരു ഇതില് ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഫോട്ടോസ് ഇപ്പൊ ഒന്നും എടുക്കണമെന്നില്ല. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ അതാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പോഴല്ല, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് ഫോട്ടോ എടുത്താലും ആ ഫോട്ടോ നമ്പേർഡ് ആയിട്ടോ അല്ലെങ്കിൽ അതെന്തിന്റെ ഫോട്ടോ ആണ്, അതായത് ഇത് ഇന്ന സ്ഥലത്തെ ഫോട്ടോ ആണ്, പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയുടെ ഫോട്ടോ ആണ്, അല്ലെങ്കിൽ നമ്മള് ഇന്ന ഒരു സാധനത്തിന്റെ ഫോട്ടോ ആണ്, സ്പിഗ്നോ നാനോമീറ്ററിന്റെ ഫോട്ടോ ആണ് എന്നൊക്കെ പറഞ്ഞ ആ ഫോട്ടോന്റെ പേര് മാറ്റി ഒരു ഫോൾഡറിൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം ഈ സാധനം അപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഫോട്ടോ തുറന്നു നോക്കാനും ബുദ്ധിമുട്ടാണ് അതിന്റെ പേര് മാറ്റിയില്ലെങ്കിൽ. പിന്നെ ചിലപ്പോൾ ഇത് ഫോട്ടോസ് മാത്രമായിട്ട് നമ്മളോട് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ എന്തോ ഉണ്ടായി, അതായത് ഫോട്ടോസ് ഒന്നും കൂടെ അയക്കാൻ പറയും, ഫോട്ടോസ് മാത്രമായിട്ട്. നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ അവർ തെരഞ്ഞുകൊണ്ടിരിക്കില്ല എന്താണ് ഫോട്ടോ എന്നുള്ളത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് അതിന്റെ താഴെ പേര് കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്ത് എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാധനം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പുതിയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു വെച്ചു, അല്ലെങ്കിൽ പുതിയൊരു യോഗ ഹാൾ ഉണ്ടാക്കി, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ ബിഫോർ ഇങ്ങനെയായിരുന്നു ആഫ്റ്റർ ഇങ്ങനെയാണെന്ന് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയിൽ എക്സാമിനേഷന്റെ അവിടെ നേരത്തെ കർട്ടൻ ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ അത് കർട്ടനൊക്കെ ഇട്ട് വേറെ തിരിച്ച് പ്രൈവസി ഒക്കെ ആക്കി എന്നുള്ളതിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫോട്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ആ ഒരു ഇതിപ്പോ ആശമാരുടെ ഫോട്ടോയോ അതൊന്നും ഇപ്പൊ എടുക്കേണ്ട കാര്യമില്ല, അതൊക്കെ അവര് വരുമ്പോ ചെയ്യാനുള്ളതാണ്. നമ്മൾക്ക് അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളിപ്പോ നോക്കുന്നത്, ആശമാരുണ്ടോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് സൈനേജ് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ ഇതെല്ലാം ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. വെൽനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ സ്ക്രീനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ എസ് ആണ്. പിന്നെ കളർ കോഡ് ഉണ്ടോ, ലോഗോ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ 10, പകുതിയാണെങ്കിൽ 5, ഇല്ലെങ്കിൽ 0, അങ്ങനെയല്ലേ സാറേ? അതെ അതെ. അപ്പം ഇതിൽ നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ നോക്കി കളർ കോഡഡ് ആണോ, ലോഗോ മറ്റേ വട്ടങ്ങൾ വരച്ചിട്ടുണ്ടോ, അതൊക്കെ ഇപ്പൊ കളർ മറ്റേ മഞ്ഞ കളറല്ലേ, അതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചോ പറഞ്ഞത്, ഇപ്പൊ തൽക്കാലം അത് പച്ചയെങ്കിൽ പച്ച, മഞ്ഞയെങ്കിൽ മഞ്ഞ, അത് അടിച്ചിട്ടുണ്ടെങ്കിൽ എസ് ഇട്ടോളാനാണ് ഇപ്പം ഒരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. കാരണം ഇനിയിപ്പം പച്ച മാറ്റി മഞ്ഞ അടിക്കാനുള്ള സ്കോപ്പ് ഇല്ലെങ്കിൽ നമ്മളിപ്പോ തൽക്കാലം പച്ച തന്നെ പോവുക. കാരണം സെക്കൻഡ് ഫേസിലും പലതും പച്ചയിൽ പോയിട്ടുണ്ട്. അതെ അതെ, സെക്കൻഡ് ഫേസ് ആയപ്പോ അവരൊരു ഡിസ്കഷൻ ആയിരുന്നല്ലേ ഏതാണ് കളർ. അതെ, അതാ പറഞ്ഞ. അപ്പൊ അതിപ്പോ തൽക്കാലം അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. നമുക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പണി നടക്കുമെങ്കിൽ നമുക്ക് മഞ്ഞയിലേക്ക് പോകാം. അതാണ് ശരിക്കുള്ള കളർ കോഡ്. ഓക്കെ. പിന്നെ എന്താ അവിടെ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിലും നമുക്ക് കറക്റ്റ് സൈനേജ്. വേറൊരു അത്യാവശ്യ കാര്യം, ഈ ഓരോ മുറികളിലും നമ്മൾ നമ്പർ ഇടണം. അതൊക്കെ വരുമ്പോ ഞങ്ങൾ മിക്കവാറും എല്ലാ ഡിസ്പെൻസറിയും വരാൻ ശ്രമിക്കാം. അപ്പൊ വരുമ്പോ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ നേരത്തെ ഒരു അറിഞ്ഞു വെക്കാനാണ് നമ്മളിത് കാണിക്കുന്നത്. അതായത് ഓരോ മുറിക്കും നമ്പർ വേണം, ആ മുറിക്ക് പ്ലേറ്റ് വേണം. അതായത് നമ്പർ 1, അത് തന്നെ പേര്, നമ്പർ 1 പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ,
2 കൺസൾട്ടേഷൻ, അങ്ങനെ ഏതാന്ന് വെച്ചാൽ അത് ഒരു ഓർഡർ ഇട്ടിട്ട് ആ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്കൊരു മാപ്പ് പോലെ, അത് പണ്ട് ചില ഡിസ്പെൻസറികളിൽ ചെയ്തു വെച്ചിരുന്നു. അതായത് ഒരു ഡിസ്പെൻസറിയുടെ ഒരു മാപ്പ് പോലെ ഇട്ടിട്ട് നമ്മൾ ഈ മോളിലൊക്കെ പോകുമ്പോൾ കാണില്ലേ 1 2 3 4 എന്നിട്ട് ഓരോ കടകൾ എവിടെയാണെന്ന് കാണിക്കണം. അതുപോലെ ഫാർമസി ഇന്ന സ്ഥലത്ത്, ടോയ്ലറ്റ് ഇന്ന സ്ഥലത്ത്, ഫീഡിംഗ് റൂം ഇന്ന സ്ഥലത്ത്, കൺസൾട്ടേഷൻ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞൊരു മാപ്പ് ഇട്ടിട്ട് അവിടെ ഇട്ടാൽ നന്നായിരിക്കും. എല്ലാത്തിനും നമ്പർ വേണം. ആരന്ന് വീഡിയോയും ഓഡിയോയും ഒന്ന് ഓഫ് ചെയ്യാമോ പ്ലീസ്? ഷഹാന, ലക്ഷ്മി ഡോക്ടർ അതുപോലെ ഒരു കാര്യം സൂചിപ്പിക്കാം. അതായത് ഇപ്പം ഇത് പല ബോർഡുകളും ചിലപ്പം സിംഗിൾ ലാംഗ്വേജ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ തൽക്കാലം ഇപ്പൊ എസ് ഇട്ടിട്ട് 5 മാർക്ക് ഇടുക. അതിന്റെ റിമാർക്സിൽ ബൈ ലാംഗ്വേജ് അല്ല എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ തൽക്കാലം. നമുക്ക് ഇത് മിക്കവാറും ഒന്നിച്ച് ഒരു സെറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഭാവിയിൽ, അല്ലേ സാറേ? നമ്മുടെ മറ്റേ അതങ്ങനെ ചെയ്തോണ്ട് കുറെ ഡിസ്പെൻസറികൾ അത് പകുതിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതും ഉണ്ട്. നമ്മൾ പോയി കണ്ടാൽ നമുക്ക് കൂടുതൽ അറിയുള്ളൂ. അപ്പൊ അതിങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം എസ് കൊടുക്കുക, ബോർഡ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക, 0 മാർക്ക് ഇടുക. ഇങ്ങനെ ബൈലിംഗ്വൽ എന്നാണ് പറയുന്നത്. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജിൽ ഇംഗ്ലീഷും മലയാളവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേണ്ട സാധനങ്ങള് ഒന്ന് ടൈമിങ്സ് ഓഫ് വേരിയസ് സ്റ്റാഫ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഫാർമസി, OPD അതാണോ? അതെ. അതപ്പൊ ഞാൻ പറഞ്ഞത്. നമ്പർ 1 പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ, നമ്പർ 2 കൺസൾട്ടേഷൻ റൂം, നമ്പർ 3 ഫാർമസി, നമ്പർ 4 ടോയ്ലറ്റ്, അങ്ങനെ വിത്ത് നമ്പർ ആൻഡ് ബോർഡ് അത് എല്ലാത്തിനും വേണം. ഓരോ സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് കാണിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മോളിലത്തെ പോലെ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നല്ലത്, നമുക്ക് ഒട്ടിച്ചു വെക്കാം. പിന്നെ ഇതെന്തിനാ നമ്മൾ എപ്പോഴും പേഷ്യന്റ് പേഷ്യന്റിന് ആക്സസിബിലിറ്റി എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മെയിൻ റോഡിലും ഹൈവേയിലും ബോർഡ് ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ തൊട്ട് തുടങ്ങും. പിന്നെ ഇത് CHOയും ബാക്കി ആൾക്കാരും ഒക്കെ അവൈലബിൾ ടൈമിങ്സ് എന്നാണ് ഡേ ഓഫ് എന്നുള്ളത്, ഫാർമസിസ്റ്റിന്റെ ഡേ ഓഫ് എന്നാണ്, അങ്ങനെ ഒരു ബോർഡ് പലയിടത്തും ഉണ്ട്. അതുണ്ടോന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സിറ്റിസൺ ചാർട്ടർ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. പിന്നെ IECയുടെ കുറെ ചാർട്ടുകൾ ഉണ്ടെങ്കിൽ അത്, ദിനചര്യ, ഋതുചര്യ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, അതായത് അവിടെ ഗ്രീവൻസ് റിഡ്രസലിന് അത് നമ്മള് ഒരു കോപ്പി ഇട്ട് തരും. അത് ആ ഇതിലുണ്ടെന്ന് തോന്നുന്നു, ആ ഡ്രൈവിലുണ്ടെന്ന് തോന്നുന്നു. അതിലെങ്ങനെയാണ് ബോർഡ് വേണ്ടതെന്ന്. പിന്നെ അവിടെ ഒരു ബോക്സ് വേണം കംപ്ലൈന്റ് ലെറ്റർ ഇടാനായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം എഴുതുന്ന അതിന്റെ ഫോട്ടോ ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് പിന്നെയും വരുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ബ്രാൻഡിങ് കംപ്ലീറ്റ് ആണോ യെസ് ഓർ നോ കൊടുക്കണം. പിന്നെന്താ ഈ സാധനത്തിനൊക്കെ പറഞ്ഞത് ലക്ഷ്മി ഡോക്ടറെ, ബ്രാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കും മറ്റേ ആ വട്ടം സാധനങ്ങളല്ലേ? എത്രയാ? അതെ. അത് എത്ര? 5 എണ്ണോ 7 എണ്ണോ? 8 എണ്ണം. അതായത് നമ്മൾ ഈ പറഞ്ഞ അത് വരച്ചു വെക്കാനാണ് പറഞ്ഞിരുന്നത്. വട്ടത്തിൽ നമ്മൾ ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയി കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ മറ്റേ പ്രഗ്നന്റ് ലേഡി കെയർ ഉണ്ട്, ന്യൂട്രീഷൻ കെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ വരച്ചു വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് മിക്ക ഡിസ്പെൻസറികളിലും ഉണ്ട്. ഇല്ലാത്തടത്ത് അത് വരയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. കളർ കോഡ് പോലെ തന്നെ അവർ തന്നെയുള്ള സെന്ററുകൾക്ക് വേണ്ടി ചെയ്ത ഒരു സാധനമാണ് ഈ വട്ടത്തിലുള്ള ഒരു പടം വരച്ച് വെച്ചേക്കുന്ന സാധനം 8 എണ്ണം. അതിന്റെയും ഫോട്ടോസ് ആ ഇതിലുണ്ട്, എന്താ ഡ്രൈവിലുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ എല്ലാത്തിനും സെപ്പറേറ്റ് സ്പേസ് ഉണ്ടോ? രജിസ്ട്രേഷൻ സ്പേസ് ഉണ്ടോ? കൺസൾട്ടേഷൻ മുറിയിൽ മറ്റേ ഇതുണ്ടോ? എന്താ സ്ക്രീൻ, പ്രൈവസിക്ക് വേണ്ടി സ്ക്രീൻ ഉണ്ടോ? മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഉണ്ടോ? ഇതിനൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നും നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പൊ അത് ആരെങ്കിലും വന്ന് അളന്ന് അതിന്റെ സ്ക്വയർ ഫീറ്റും കൂടെ പറയുന്നത് നന്നായിരിക്കും. സ്പേസിന്റെ മെഡിസിനൽ പ്ലാന്റിന്റെ ഗാർഡന്റെ സ്പേസ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ എത്രയാണ്, കൺസൾട്ടേഷൻ റൂം എത്രയാണ് എന്നുള്ളതിന്റെ സ്ക്വയർ ഫുട്ട് ഉൾപ്പെടെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ അറ്റ്ലീസ്റ്റ് എന്താ പറയാ, ഇവിടെ സെപ്പറേറ്റ് സ്പേസ് ഉണ്ട് എന്നെങ്കിലും നമ്മൾ യെസ് കൊടുത്താൽ മതി. അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടെ കർട്ടൻ ഉണ്ടാവണം എന്നുള്ളതാണ് അവർ എപ്പോഴും ചോദിക്കുക. പേഷ്യന്റ് പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അവിടെ ഒരു കിടക്കാനുള്ള ഒരു ബെഡും സ്റ്റെപ്പ് സ്റ്റൂളും കർട്ടനും ഒന്നുമില്ലെങ്കിൽ അത് വേറെ മുറിയിൽ കൊണ്ട് നമ്മൾ പേഷ്യന്റിനെ നോക്കുവാണെങ്കിൽ, കിടത്തി നോക്കുവാണെങ്കിൽ അതല്ല നമ്മുടെ അവിടെ തന്നെയാണെങ്കിൽ നമുക്ക്
ഒരു ബെഡിന്റെ ചുറ്റും പേഷ്യന്റ് പ്രൈവസിക്ക് വേണ്ടിയിട്ട് കർട്ടൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓരോ സാധനങ്ങൾ എന്താന്ന് വായിക്കുന്നില്ല ഞാൻ, ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതൊക്കെ എന്താണ്, ഫുഡ് സ്റ്റെപ്പ് ഉണ്ടോ, ഓഫീസ് ചെയർ ഉണ്ടോ, ഓഫീസ് ടേബിൾ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ എക്യുപ്മെന്റ്സിന്റെ കാര്യം ഒരു സെക്കൻഡ്, സ്പേസ് ഫോർ ലാബ് സർവീസ് അവൈലബിൾ എന്ന് പറയുമ്പോഴേ അത് നമ്മളിപ്പം ലാബില്ലാത്തടത്ത് വേണ്ട, അല്ല MBHW ലാബില്ലെങ്കിൽ ഒക്കെ വേണ്ട. ചെയ്യുന്നുണ്ടല്ലോ, ഹീമോഗ്ലോബിനോമീറ്റർ അങ്ങനെ ഹീമോഗ്ലോബിൻ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിന് സ്പെഷ്യൽ സ്പേസ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതിന് നമുക്ക് അല്ലെങ്കിൽ റോട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള, മീൻസ് ഇത് ചോര എടുത്ത് കളിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ ഈ സാധനം നമ്മൾ ഇത്തിരി ഒന്ന് ഡെസിഗ്നേറ്റഡ് ആയിട്ട് സെപ്പറേറ്റ് അതിന് സ്പേസ് ഇല്ലെങ്കിൽ ഈ സാധനം എന്താ ക്രോസ് കണ്ടാമിനേഷൻ വരാൻ സാധ്യത ഉണ്ടാവാം എന്നുള്ളതിന്റെ പേടി കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് നമ്മൾ റൂമായിട്ട് വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനുള്ള സ്പേസ് ഉണ്ട്. അല്ലാണ്ട് പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയിൽ തന്നെ ഇരുന്നിട്ടാണ് ബ്ലഡ് ചെക്ക് ചെയ്യണേന്ന് നമ്മൾ കാണിക്കരുത്. ഇന്ന സ്ഥലത്ത് വന്ന് ചെക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സെപ്പറേറ്റ് സ്പേസ് കാണിക്കേണ്ടി വരികയായിരിക്കും. പിന്നെ അതിന്റെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ആ വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണ്, അത് അതിന്റെ മറ്റേ വേസ്റ്റ് ബാസ്ക്കറ്റ്, ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഉള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് പേഷ്യൻസിന് ആക്സസ് ഉള്ള സ്ഥലത്താവരുത്. കാരണം അവര് വന്നിട്ട് സാധനങ്ങൾ എടുക്കുകയൊന്നും ചെയ്യാൻ പറ്റുന്ന പോലെ ഈ ബ്ലഡ് ഇട്ടിട്ടുള്ള സ്ട്രിപ്പുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പേഷ്യന്റിന് ആക്സസ് ഉള്ള പോലെ ആവരുത്. അത് MPHWന്റെ പുറകിലായിട്ട് പബ്ലിക് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്തോ എവിടെയെങ്കിലും ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ ലാബ് ആക്സസ് എന്ന് പറഞ്ഞാൽ വലിയ ലാബായിട്ടൊന്നും ഉണ്ടെന്ന് നമ്മൾ കാണിക്കണ്ട. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള അവർക്ക് ബുദ്ധിമുട്ട്, ക്രോസ് കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് മറ്റേ ബ്ലഡ് കളക്ഷൻ ഏരിയ എന്നൊന്നും അങ്ങനെ വലിയ ഹോസ്പിറ്റൽസിന്റെ മേളിൽ വേണമെന്നില്ല. പക്ഷെ ഇത് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവര് ഇടയ്ക്ക് കയറി വരാണ്ട് സ്പില്ലേജ് വരാത്ത പോലെ, എന്ന് വെച്ചാൽ ഒരാളുടെ കൈ കുത്തിക്കൊണ്ടിരുന്നു, അപ്പൊ വേറൊരു പേഷ്യന്റ് വന്നു കൈ തട്ടി, അങ്ങനെയൊന്നും അവസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഓരോ ഡിസ്പെൻസറിയും ഓരോ പോലെയാണ്. ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് ഇരിക്കാൻ പോലും മാത്രമേ സ്ഥലം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ ഉള്ളതിൽ വെച്ച് എങ്ങനെ ഇത് നമുക്ക് വേറെ റീഅറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിപ്പോ തൽക്കാലം നോക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തരുടെയും അവസ്ഥ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. ഇപ്പൊ ചെറുതാണെങ്കിൽ പോലും നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റുന്ന ചില ഡിസ്പെൻസറിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ നീരൊരു നല്ല കുഞ്ഞു സ്ഥലമാണ്, പക്ഷെ എന്നാലും വളരെ കാര്യമായിട്ട് അത് ഓരോന്നും ലേബൽ ചെയ്തൊക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യത്തെ കഴിഞ്ഞ കാരണം ആൾക്കാർ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യുമായിരിക്കും ഇതൊക്കെ ഇത്രയും കുറച്ച് കാലമായില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാലും നമ്മളും അത്രയും ചെയ്ത് സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് ഹെൽപ്പുകൾ പെട്ടെന്ന് തരാൻ പറ്റും. ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് എന്താ അതിനൊരു പ്രതിവിധിയും നമുക്ക് കാണാൻ പറ്റും. അല്ല നിങ്ങൾക്ക് സ്പേസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വളർന്നിട്ടല്ല, നമുക്കത് എന്താണ് അതിന് ചെയ്യാൻ പറ്റുക വന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു അവസ്ഥ മനസ്സിലാവുമല്ലോ. അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാവുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, അത് നമുക്ക് അപ്പൊ അതിനേതായിട്ടുള്ള നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുന്നു, ഇത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മതി. അല്ലാണ്ട് വേറെ മുറി വേണമെന്നൊന്നുമില്ല. അപ്പൊ പിന്നെ ഇത് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞപ്പോ ഇത് ഒരു ഗൂഗിൾ ഷീറ്റ് അയച്ചിട്ടുണ്ട് തോന്നുന്നു. അതില് ഉള്ളതും ഇല്ലാത്തതും മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒന്നും എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പൊ ഏതൊക്കെയാ ഇല്ലാത്തതിനനുസരിച്ച് ഒരു ലിസ്റ്റ് എടുത്താൽ ചിലപ്പോൾ അത് പ്രൊവൈഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പൊ ഇത് ഉണ്ടെങ്കിൽ 10, ഇല്ലെങ്കിൽ 0, അത് പകുതിയായിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഹീമോഗ്ലോബിനോമീറ്റർ ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ പോർട്ടബിൾ വാട്ടർ അവൈലബിൾ ആണോ, കുടിവെള്ളം ഉണ്ടോ എന്നാണ്. ശരി, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് വാട്ടർ, അതായത് നമുക്കിപ്പോ പൈപ്പ് കണക്ഷന് അല്ലാണ്ട് വേറെ വെല്ലുണ്ടോ, അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ടോ, അങ്ങനെ ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇല്ല, ഒരു പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഇല്ല എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി എപ്പോഴും ഉണ്ടോ, ഇലക്ട്രിസിറ്റിക്ക് ഓൾട്ടർനേറ്റ് സോഴ്സ് ഉണ്ടോ, അത് കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻവെർട്ടർ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ വെള്ളം നിന്ന് പോയിട്ട് പേഷ്യന്റ് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, കറണ്ട് നിന്ന് പോയിട്ട് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ, അതൊക്കെ സ്വർണ്ണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സ്, ഇൻഫെക്ഷൻ കൺട്രോളിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് വളരെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഇതാണ് ചോദ്യം വരിക. ബാക്കിയൊക്കെ അവർക്ക് കാണാൻ പറ്റുമല്ലോ. ഇതെങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്, ഹാൻഡ് വാഷിംഗ് എപ്പൊക്കെ ചെയ്യുന്നു, ഓരോ ഇതിന്റെ മുമ്പിലും. അതായത് ഇതെങ്ങനെയാ
ഡസ് സെന്റർ അഡ്ഹെയർ ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണം എങ്ങനെയാ പറയാ, അവിടെ ഓരോ വാഷ് ബേസിന്റെ മുകളിലും നമ്മൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിന്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ, നമുക്ക് കറക്റ്റ് ആയിട്ട് എൽബോ ടാപ്പ് ആണോ, കൈകൊണ്ട് തുറക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതെങ്ങനെയാ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന് അവിടുത്തെ എല്ലാ സ്റ്റാഫിനും അറിയുമോ, പിന്നെ അവിടുത്തെ PTS കറക്റ്റ് ആയിട്ട് ഓരോ സ്ഥലത്തിനും ഓരോ സെപ്പറേറ്റ് മോപ്പ് വെച്ചാണ് തുടങ്ങുന്നത്. ഇതൊക്കെ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നാളത്തേക്ക് ചെയ്യണമെന്നല്ല, ഇതൊക്കെ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ അവിടെ അങ്ങനെ സെറ്റ് ആക്കി വെക്കണം അവർ വരുമ്പോഴത്തേക്കും. കാരണം നമ്മൾ പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്ന സ്ഥലം തുടയ്ക്കുന്നതും ഫാർമസി തുടയ്ക്കുന്നതും ഒരേ മോപ്പ് വെച്ചാവരുത്. കാരണം പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയിൽ പല ഇൻഫെക്ഷസ് ഡിസീസ് ഉള്ള ആൾക്കാർ വരുമായിരിക്കും. അതേ മോപ്പ് വെച്ച് നമ്മൾ ഫാർമസി തുടച്ചിട്ടുണ്ടെങ്കിൽ ഫാർമസിയിൽ മുഴുവൻ രോഗാണുക്കളെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമാവും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അത് എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മളായിട്ട് പറഞ്ഞു തരില്ലല്ലാണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഇങ്ങനെ വേറെ വേറെ മോപ്പ് വേണ്ടി വരും. പിന്നെ ഇതെങ്ങനെയാ സൊല്യൂഷൻസിന്റെ ഒക്കെ ഉണ്ട്, എത്ര % സൊല്യൂഷൻ കൊണ്ടാണ് തുടക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ PTSന് അറിയുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഡിസിൻഫെക്റ്റന്റും ക്ലീനിങ് സാധനങ്ങളൊക്കെ അഡിക്കേറ്റ് ആയിട്ടുണ്ടോ, അതൊക്കെ എവിടെ വയ്ക്കുന്നു. ഈ സാധനങ്ങൾ നമ്മുടെ മരുന്നിന്റെ കൂടെ കൊണ്ട് കെമിക്കൽ ഡിസിൻഫെക്ഷൻസ് വെക്കാൻ പറ്റില്ല. കിച്ചണിൽ ഫുഡിന്റെ അടുത്ത് കഷായം ഉണ്ടാക്കണതിന്റെ അടുത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കബോർഡ് പോലെ ഉണ്ടോ, ബ്രൂമും മോപ്പും ഒക്കെ എവിടെയാ വെക്കുന്നത്, അങ്ങോട്ട് ഇങ്ങനെ മുട്ടാണ്ട് ഹൈജീനിക് ആയിട്ട് വേറെയാണോ വച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിന് നമ്മൾ നോക്കുന്നത്. പിന്നെ സെന്റർ ഹാവ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ പ്രാക്ടീസസ് എന്നുവെച്ചാൽ ക്ലീനിങ് ചെയ്യുന്നുണ്ടോ, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടോ, മാസ്ക് വെക്കുന്നുണ്ടോ, ഈ ക്ലീനിങ് ലേഡി ഫുള്ള് മാസ്ക് അതും ഇതൊക്കെ വെച്ചിട്ടാണോ ക്ലീൻ ചെയ്യുന്നത്, കണ്ടോ എത്ര ദിവസത്തിനുള്ളിലാണ് ക്ലീനിങ് അവിടെ നടക്കുന്നത്. പിന്നെ ക്ലീനിങ്ങിന്റെ ഒരു ചാർട്ട്, അത് ആ ചാർട്ടുകളിലുണ്ട്. ഹൗസ് കീപ്പിംഗ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും എല്ലാ ദിവസവും എന്തൊക്കെ ചെയ്തു, ആഴ്ചയിലൊരിക്കൽ ഇന്ന ക്ലീനിങ് ചെയ്യണം, ഡീപ്പ് ക്ലീനിങ് എപ്പോഴാണ് മാസത്തിലൊരിക്കൽ. അപ്പൊ അങ്ങനെയുള്ള ഓരോ ചാർട്ട്, ഓരോ സാധനങ്ങൾ അതിലുണ്ട്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കുക, അത് ഉറപ്പുവരുത്തുക. ഓരോ ദിവസവും ക്ലീൻ ചെയ്തു എന്നുള്ളതിന് നമ്മൾ ഉപ്പിടുന്നതിന്റെ കാര്യമുണ്ട്. അങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അവിടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ആ ഒരു സാധനം നമ്മൾ വന്നിട്ട് ഒരു പനിയും കൊണ്ട് വന്നു 3 ഡിസീസും കൊണ്ട് തിരിച്ചു പോകുന്ന പാടില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിലിംഗ് അവർ ചോദിക്കും. ഏത് കളർ പാത്രത്തിലാണ് ഇടുന്നത്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എവിടേക്കാ കൊണ്ടുപോകണത്, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ ആൾക്കാർക്ക് ആക്സസ് ഉള്ള സ്ഥലത്താണോ ബയോമെഡിക്കൽ വേസ്റ്റ് വെച്ചേക്കാം, ഇൻഫെക്ഷൻ വേസ്റ്റ് ആണോ, എന്താ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നമ്മൾ നോക്കും. അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതാണ് വേറൊരു വിഷയം. ഈ സാധനം മുഴുവൻ ഡോക്ടർമാര് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്. ഇതെല്ലാം ആ ഒരു സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. കൈ എങ്ങനെ കഴുകണം, എങ്ങനെ ക്ലീൻ ചെയ്യണം, എന്താണ് നമ്മൾ സൊല്യൂഷൻ ഏതാണ് ഉപയോഗിക്കുന്നത്, പിന്നെ എന്തെങ്കിലും ഒരു സ്പില്ലേജ് വന്നപ്പോ ബ്ലഡ് വീണു അതെങ്ങനെ ക്ലീൻ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. പിന്നെ സെഗ്രിഗേഷൻ ഹാൻഡിലിംഗ് കളക്ഷൻ ഓഫ് വേസ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയാമോ എന്നുള്ളത് ഒക്കെ ഉള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇവിടെ കളക്ടിങ് ബിന്ന് വേറെ വേറെ കളർ വേണം, പുറത്തൊരു സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒരു ബിന്ന് വേണം. കാരണം എല്ലാ ദിവസവും ഇമേജുകാർ വന്ന് കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ അതെങ്ങനെയാണ് കൊടുക്കുന്നത് ഇമേജിലേക്ക്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. പിന്നെന്താ, വെദർ ഓൾ ഡീറ്റെയിൽസ് ഓഫ് പേഷ്യന്റ് ഇൻവെസ്റ്റ് റെക്കോർഡ്. ഇനി ഡോക്യുമെന്റേഷനിലാണ് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. ബാക്കിയൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് ഇവർ പറയുന്നത്. അതായത് പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആണോ, അവരുടെ എന്താ എവിടെ നമ്മള് ഈ വരുന്ന പേഷ്യന്റ് ഡീറ്റെയിൽസ് ഒക്കെ മുഴുവൻ എടുക്കുന്നുണ്ടോ, പിന്നെ അത് നോമിനൽ രജിസ്റ്റർ ഉണ്ടായാൽ മതി. അതായത് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നോമിനൽ രജിസ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യം മതി. അതിന് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എഴുതണമല്ലോ. പിന്നെ അതേപോലെ മരുന്നിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ട്, അത് മാത്രം മതി. അത് പുതിയ രജിസ്റ്റർ ഒന്നും നമ്മളിപ്പോ ഉണ്ടാക്കാൻ നിൽക്കണ്ട. പുതിയ രജിസ്റ്റർ വേണ്ടത് നമ്മൾ കുറച്ച് ഈ ഫാമിലി എംപാനൽമെന്റ് പോലത്തെ സാധനങ്ങളെ നമ്മൾ പുതിയതായിട്ട് നമുക്കുള്ളൂ. പിന്നെ സോറി ഓക്കെ അപ്പൊ പിന്നെ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ, അതായത് നമ്മൾ അവിടെ ന്യൂട്രീഷൻ കെയർ കൊടുക്കുന്നു, പ്രസൂതി കെയർ കൊടുക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അത്രയൊക്കെ യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. പിന്നെ സെന്റർ ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികളെ മാത്രം നോക്കുന്ന ഒരു
സ്ഥാപനമായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഔട്ട്റീച്ച് ആക്ടിവിറ്റീസും കൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപർപ്പസിനെയും ആശയമൊക്കെ പിന്നെയും തന്നിരിക്കുന്നത്, യോഗ ഇൻസ്ട്രക്ടറെ തന്നിരിക്കുന്നത്. പുറത്തുപോയി നമ്മൾ ഹെൽത്ത് ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള, അപ്പൊ ഓരോ ഡേ ഇല്ലേ, ഡയബറ്റീസ് ഡേ, ആ ഡേ ഈ ഡേ എന്നൊക്കെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഹെൽത്ത് ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുന്നുണ്ടോ, പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഔട്ടർ ആക്ടിവിറ്റീസ്. ഇവിടെയാണ് ആദ്യത്തെ നമ്മൾ ഇത് കാണുന്നത്. മന്ത് വൈസ് എത്ര ഔട്ട്റീച്ച് ആക്ടിവിറ്റി യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഔട്ട്റീച്ച് ആക്ടിവിറ്റിയും കൂടെ കാണിക്കാൻ പറ്റും. പക്ഷെ യോഗ ക്ലാസ് എനിക്ക് തോന്നുന്നു വേറെ അപ്പൊ യോഗ ട്രെയിനിങ് അല്ലാണ്ട് ക്ലബ് അല്ലാണ്ട് എന്തെങ്കിലും ക്ലാസ് ആയിട്ട് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഔട്ട്റീച്ച് ആക്ടിവിറ്റി കളിക്കാം. അതല്ലെങ്കിലും നേരത്തെ ഡിസ്റ്റൻസറികൾക്ക് പുറത്തുപോയി ക്ലാസ് എടുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് എത്ര ക്ലാസ് ഉണ്ടായിരുന്നു ഓരോ മന്തില് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതിപ്പോ SR നമ്പർ സാർ ഇപ്പൊ ഇവര് നമ്പർ എഴുതണോ അതോ SR ഉണ്ടായിരുന്നു എന്ന് എഴുതിയാൽ മതിയോ? അല്ല, അത് നമ്പർ ഓരോന്ന് എത്ര ആക്ടിവിറ്റീസ് എന്നുള്ളത് എഴുതാം. എന്നിട്ട് ഒരു ക്ലാസ് ഉണ്ടായുള്ളെങ്കിൽ നമുക്ക് അതിനകത്ത് 10 കൊടുക്കാം അപ്പുറത്ത്. ഔട്ട്റീച്ച് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. അതെ അതെ. അപ്പൊ അതാണ് ആദ്യത്തെ മാസം ഉള്ള സാധനം. ഈ പാലിയേറ്റീവിന്റെ വിസിറ്റ് ഉണ്ടല്ലോ, അതും ഔട്ട്റീച്ചിൽ എഴുതാൻ പറ്റുമോ ഇതിനകത്ത്? എഴുതാൻ സാധ്യത ഇല്ല ഇല്ല ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് ഇത് നമ്മൾ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഔട്ട്റീച്ച് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്ത് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പാലിയേറ്റീവ് നമ്മൾ പാലിയേറ്റീവ് കെയർ ആയിട്ട്, പേഷ്യന്റ് കെയർ ആയിട്ട് തന്നെയല്ലേ പോകുന്നത്. അപ്പൊ അതിനെ നമുക്ക് വേറെ എവിടെയെങ്കിലും 1-2 പേരുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ക്ലാസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നേരത്തെ അങ്ങനെയുള്ള, അപ്പൊ നമുക്കിപ്പോ എന്താ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണം, അതിനൊരു രജിസ്റ്റർ വെക്കണം. അതാണ് ആദ്യത്തെ നമ്മുടെ രജിസ്റ്റർ, മറ്റേ പേരിന്റെ രജിസ്റ്റർ ഉണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ രജിസ്റ്റർ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസിന്റെ രജിസ്റ്റർ. മിക്കവാറും യോഗക്കാർക്ക് ഔട്ട്റീച്ച് ആക്ടിവിറ്റി രജിസ്റ്റർ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ യോഗ ക്ലബ് അല്ലാണ്ട്, ട്രെയിനിങ് അല്ലാണ്ട് ക്ലാസ് ആയിട്ട് എടുത്ത യോഗ ക്ലാസ്സുകൾ നമുക്ക്, അതായത് അവയർനെസ് ക്ലാസ് ആയിട്ട് ക്ലാസ്സുകൾ OPD ലെവലിൽ റെഗുലർ ആയിട്ട് യോഗയുടെയും ഇപ്പൊ മൾട്ടിപർപ്പസ് വർക്കർ ഡിസീസ് ഓറിയന്റഡ് ആയിട്ടും എടുക്കുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് കേട്ടാൻ പറ്റുമോ? അതായത് ഞങ്ങൾക്ക് ഈ എൽഡർലി OP ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മള് എലിപ്പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ OPD തന്നെ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷെ അത് ഔട്ട്റീച്ച് ആവില്ലല്ലോ. കയ്യിലുണ്ട്. അതൊക്കെ, പക്ഷെ നമ്മൾ ഔട്ട്റീച്ച് എന്ന് പറയുമ്പോൾ പുറത്തു പോയി OPD വരുന്ന ആൾക്കാർക്കല്ലാണ്ട് കേട്ടാലോ അല്ലേ? കേൾക്കാം. പക്ഷെ ഇതാണ് പ്രശ്നം, ഇങ്ങോട്ട് വന്ന ആൾക്കാർക്കല്ലാണ്ട് നമ്മൾ പുറത്തുപോയി എടുത്തോ എന്നുള്ളതാണ്. കുറച്ചൊക്കെ ഇത് കേറ്റാമെങ്കിലും നമുക്ക് പുറത്തേക്കുള്ള സാധനങ്ങളാണ് കുറച്ചും കൂടെ ആവശ്യം. കാരണം OPയിൽ വരുന്ന ആൾക്കാർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സാധാരണ ഡ്യൂട്ടിയാണ്. അതല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് പോയി ചെയ്യുന്നുണ്ടോന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ചിലത് നമുക്ക് ഇവിടെ AMR ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കേറ്റാമെങ്കിലും ഔട്ട് റീച്ച് സ്പെസിഫിക്കലി പറ, അവയർനെസ് ക്ലാസ് എന്നല്ലല്ലോ ചോദിച്ചേക്കുന്നത്, ഔട്ട് റീച്ച് എന്നാണല്ലോ ചോദിച്ചേക്കുന്നത്. പുറത്തേക്ക് നമ്മൾ പോയോ എന്നുള്ളതാണ് അവര് ഉദ്ദേശിക്കുന്നത്. അതാണ് പ്രശ്നം. ലക്ഷ്മി ഡോക്ടറെ, പാലിയേറ്റീവ് ഔട്ട്റീച്ച് ആയിട്ട് കാണിക്കാവുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ഹെൽപ്പ് ഫയൽ പോലെ ഇറങ്ങി, അതിൽ കൊടുത്തിട്ടുണ്ട് പാലിയേറ്റീവ് കൊടുക്കാന്നും പറഞ്ഞു. ഓക്കെ ശരി. ഇവര് ഈ ക്യാമ്പായിട്ട് നടത്തുന്നതിന്റെ ആണോ ഉദ്ദേശിച്ചതെന്ന് അറിയാത്തതുകൊണ്ടല്ലോ. പാലിയേറ്റീവ് കൊടുക്കാമെങ്കിൽ വലിയ സന്തോഷം, അതെങ്കിലും നമുക്ക് കാണിക്കാൻ പറ്റുമല്ലോ. പിന്നെ ഈ പ്രൊമോഷണൽ ക്യാമ്പയിൻസ് പറഞ്ഞില്ലേ, അത് നമുക്ക് ഔട്ട്റീച്ച് അല്ല ചോദിച്ചേക്കണം, സെന്റർ കണ്ടക്ട് പ്രൊമോഷൻ ഹെൽത്ത് ക്യാമ്പയിൻ ആണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോക്ടറെ, ഒരു ഡൗട്ട് കൂടെ. ഹലോ, പറഞ്ഞോളൂ. ഇതിൽ ഈ മാർക്ക് കൊടുക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ നമ്മള് എല്ലാം ഒരു മാസം ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ സൈഡിൽ 10 മാർക്ക് അങ്ങനെയാണോ? അതോ മൊത്തത്തിൽ 10 മാർക്ക് അങ്ങനെയാണോ? അല്ല, പെർ മന്ത് നിങ്ങൾക്ക് 10 വെച്ചിട്ട് പോകാം. ഒരു ക്ലാസ് ഉള്ളെങ്കിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി ഉള്ളെങ്കിൽ നമുക്ക് 10 മാർക്ക് നമ്മൾ എലിജിബിൾ ആണ്. ഓക്കെ. ഇപ്പൊ ഒരു മാസം തന്നെ നമുക്കിപ്പോ 2-3 അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ റോ ഇങ്ങനെ ആഡ് ചെയ്താ ഇടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇടുമ്പോ ഈ സൈഡിലെല്ലാം പിന്നെ 10 മാർക്ക് അങ്ങനെ അത് ടോട്ടൽ ഇപ്പൊ ഒരു മാസം 4 ക്ലാസ് ആണെങ്കിൽ 4 എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. ആ മാസം 10 മാർക്ക്, നവംബർ 10 മാർക്ക്, ഡിസംബർ. അതെ, അത്രേ ഉള്ളൂ. നമ്മള് ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് എടുത്താലും 10 ക്ലാസ് എടുത്താലും നമുക്ക് 10 ആണ്. അത് ടോട്ടൽ മാർക്ക് 240 അത് വരെ. 2 വർഷത്തെ ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് 240 മാർക്ക് വരും. ഡോക്ടറെ, അന്നേരേ ഈ 2024-25ന്റെയും കൂടെയല്ലേ ഇപ്പുറത്തെ ദിവസം 10 ഇടുന്നത്? അപ്പം 2024 ജനുവരിയിൽ 25 ജനുവരിയിലുണ്ട് 20 കൊടുക്കണോ? അത് കൊടുക്കാം. അല്ല, പക്ഷെ അത്
21 പക്ഷെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നത്. അല്ല അതെ അങ്ങനെയല്ല തോന്നുന്നു. ഉണ്ടോ ഇല്ലയോന്നേ ഉള്ളൂ. ഒന്നിച്ചല്ല മാർക്ക് കൊടുക്കലൊന്നും. ഒന്ന് മന്ത് ആൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ട് ജനുവരി തൊട്ട് ഡിസംബർ വരെ, തൊട്ടടുത്ത 1, 2, 3, 4ാമത്തെ ക്വാർട്ടർ വീണ്ടും മന്ത് ആൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ 2025. അപ്പൊ അതിന്റെ എല്ലാം ലാസ്റ്റിലാണ് ഈ മാർക്ക് കൊടുക്കുന്നത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് നേരം 10 അല്ലേ അതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 120 അത് വരുള്ളൂ. അത് ശരിയാ സർ. 10 അങ്ങനെ 10 മതിയെന്ന് തോന്നുന്നു. 20 നമുക്ക് കൊടുക്കാൻ പറ്റില്ലായിരിക്കും. മാത്രമല്ല ഇതില് നമുക്ക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ 10 അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും മാർക്കായിട്ടല്ലാന്ന് തോന്നുന്നു. അല്ല ഇപ്പൊ കഴിഞ്ഞ ഒരു ലക്ഷ്മി അങ്ങനെ ഇട്ടിരുന്നത്. അതല്ല കഴിഞ്ഞ സാറേ, ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഹെഡിങ്ങിൽ തന്നെ ഒരു 10 മാർക്ക് കൊടുക്കാനുണ്ട്. അതായത് 5 എന്നുള്ള നമ്പറിൽ തന്നെ നമ്പർ ഓഫ് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് കണ്ടക്ടഡ് ഇൻ ലാസ്റ്റ് 2 years. അത് യെസ് എന്ന് കൊടുത്ത് അതിന്റെ സൈഡിൽ നമുക്കൊരു 10 മാർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മന്ത് ആൻഡ് ഇയർ അത് ഓരോന്നിലും ഇങ്ങനെ 10 മാർക്ക് കൊടുക്കണോ? അങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ 2 മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതെന്തായാലും അത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. നമ്മുടെ MPHWന്റെ ഫീൽഡ് വിസിറ്റും ആഡ് ചെയ്യാലോ അല്ലെ? ഫീൽഡിന് അവർ പോകുന്നുണ്ടല്ലോ. അത് ആഡ് ചെയ്യാമായിരിക്കും. ക്ലാസ് ആയിട്ട് എടുക്കണമെന്ന് കാണിച്ചാൽ മതി എന്ന് തോന്നുന്നു. അത് വേണ്ട, ആഡ് ചെയ്യണ്ട. ആഡ് ചെയ്യാം. ഔട്ട്റീച്ച് ആക്ടിവിറ്റിയില് നമ്മൾ അവിടെ ക്ലാസ് സംസാരിച്ചുന്നേ. അതായത് നമ്മൾ അവിടെ പോയി അവരെ അവെയർ ആക്കി എന്നുള്ളത് പറയാലോ. മനസ്സിലായോ? അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മള് കൂടുതലും ഈ പുറത്തേക്ക് പോയത് ആണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഡിസ്പെൻസറിയിൽ ചെയ്യുമ്പോൾ അതിനെ ഔട്ട്റീച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ ചോദ്യമില്ലേ, ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടോന്ന് ഈ ചില ഡേയ്സ്. അപ്പൊ അതിൽ ഈ AMR ക്യാമ്പയിൻ ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിസ്പെൻസറിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് OPD രജിസ്ട്രേഷൻ. അത് ക്ലിയർ ആയില്ലേ ഇപ്പൊ കാര്യങ്ങള്? ഇതിപ്പോ നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മുടെ വേർ ഡു വി സ്റ്റാൻഡ് എന്നറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് തീരുമാനമാക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കത് അയ്യോ ഇതിപ്പോ എന്ത് ചെയ്യും എന്നുള്ളതല്ല. എന്താണ് ഇവിടുത്തെ അവസ്ഥ എല്ലാം മനസ്സിലായോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോ OPD രജിസ്ട്രേഷൻ റെക്കോർഡ്സ് ഉണ്ടോ? കറക്റ്റ് രജിസ്റ്റർ നമ്പർ ഇട്ട് പോകുന്നുണ്ടോ? അത്ര തന്നെ. രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഉണ്ടോ? ശരി. OP റെക്കോർഡ്സ് ഉണ്ടോ? അതൊക്കെ ഓക്കെ. നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നില്ല എന്നല്ലേ OP റെക്കോർഡ്സ്? പക്ഷെ അവിടെ ഡിസ്കാർഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളെല്ലാം അവിടെ തന്നെ ഇരിക്കല്ലേ. പിന്നെ പേഷ്യന്റ് ഫുട്ഫോള് ഓരോ മാസം എത്ര പേര് വന്നു എന്നുള്ളതിന്റെ ഈ നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് എന്യൂമറേറ്റഡ്. ഇതാണ് ആശ വർക്കേഴ്സ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ആശ വർക്കേഴ്സ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ MPWന്റെ അടുത്തെന്നെങ്കിലും ഈ TBHC ഫോം ഫില്ല് ചെയ്യിപ്പിച്ച് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എത്ര കാലത്തേക്ക് മുമ്പിലേക്ക് 6 മാസത്തേക്ക് അറ്റ്ലീസ്റ്റ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ യൂഷ്വലി നമുക്ക് ഓരോ ദിവസവും ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് ഒരു ഇങ്ങനെ ഇത്രാമത്തെ ആള് വരുന്ന ആളെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുക എന്നൊക്കെയാണ് പ്രകൃതി അസസ്മെന്റിന്റെ ഇതിന്റെ ചെയ്തത് അല്ലേ സാറേ? നമ്മൾ ബുധനാഴ്ച 4ാമത് വരുന്ന ആള് റാൻഡം ആയിട്ട് നമുക്ക് വേണമല്ലോ. അപ്പൊ ഒരു മാസം ഇത്രയും ഫയൽസ് കിട്ടണ പോലെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത്രയും ആൾക്കാരുടെ സാധനം പ്രകൃതി അസസ്മെന്റ് നമുക്ക് ഇത്രയും ആൾക്കാരുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന എല്ലാവരും പ്രകൃതി അസസ് ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ പ്രകൃതി അസസ്മെന്റിന് വരുന്ന ആൾക്കാരുടെ OPDയിൽ വരുന്ന ആൾക്കാരുടെ ഇന്ന ദിവസം ഇത്രാമത്തേന്ന് നമ്മൾ നേരത്തെ കൂടി തീരുമാനിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. സാർ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? CBSE അത്രേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞതാണ് മൾട്ടിപർപ്പസിനെ കൊണ്ട് നമ്മുടെ OPDയിൽ വരുന്നവരുടെ ഡേറ്റ എടുത്ത് വെക്കാനാ പറഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് അതിനിപ്പം എന്താ പറയാ, ഒന്നില് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ മുന്നത്തെ ഒരു നമ്പർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആ ഡേറ്റ അതിനകത്ത് എൻട്രി ചെയ്യാം. ആ രീതിയിൽ ഇപ്പം കാരണം റീസെന്റ് ജോയിൻ ചെയ്തെടുത്ത് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളത് മൾട്ടിപർപ്പസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ 2 മാസം കൊണ്ട് എങ്ങനെയാലും ഒരു ഡേറ്റ ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. മുൻ സമയത്ത് അവർ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ വരുന്ന പേഷ്യൻസ് മുന്നേ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കി എന്താ പറയാ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഡേറ്റ ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ഒരു മാസം എത്ര ചെയ്യണമെന്നുണ്ടോ CBSE സ്ക്രീനിങ്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇല്ല. ഒരു ആവറേജ് എത്ര കാണിക്കണം ഡോക്ടർ?
അതും പറയുന്നില്ല. അതാ പറഞ്ഞത്. അതിപ്പോ ഒരു എന്താ പറയാ, ഒരാളെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 30 എന്നുള്ള രീതി വേണേ നമുക്ക്, അത് എന്റെ ഒരു ഇതാണ്, പെർ ഡേ 1 എന്നുള്ള രീതിയിൽ വേണേ നമുക്ക് ചെയ്യാം. അത് ആശമാരുള്ള സ്ഥലത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ വളരെ കൂടി പോകാണ്ട് വളരെ കുറഞ്ഞു ലക്ഷ്മി, പോകാണ്ട്. അത്രയും പറ്റൂല. ഇല്ല, അത് പറ്റൂല. ആശമാര് കുറച്ചുകൂടെ ചെയ്യണ്ടാവില്ലേ? നമ്മൾ വളരെ കുറഞ്ഞു പോവാണ്ടും ഈ പറഞ്ഞ പോലെ എത്രയാണെന്ന് നോക്കിയിട്ട് അതും ഈ 30 ഓക്കെ ആയിരിക്കും. ഈ 2 കാര്യം ഇപ്പൊ ആദ്യം പറഞ്ഞത് നമ്മുടെ ആ മാർക്കിന്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇതൂടെ ചോദിച്ചിട്ട് നമ്മൾ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ സാറേ, ഒരു ഡൗട്ടേ. നമ്മുടെ ഇവിടെ ഈ ആശമാര് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഡേറ്റ ഒന്നും അവൈലബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിപ്പോ നാളെ തന്നെ അയക്കേണ്ടതല്ലേ? അപ്പൊ നമ്മൾ ഇതില് അതിപ്പോ തൽക്കാലം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അയക്കാം. ആശാ വർക്കേഴ്സ് നോട്ട് ജോയിൻഡ് എന്നൊരു മാർക്ക് എഴുതിയിട്ട് 0 കൊടുത്താൽ മതിയോ? അതെ. റിമാർക്സിൽ അങ്ങനെ എഴുതിയാൽ മതി. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു ഡേറ്റ ഉണ്ടാക്കേണ്ടി വരും. മൾട്ടിപർപ്പസിനോട് പറഞ്ഞിട്ട് പ്രകൃതി പരീക്ഷ മാസത്തിൽ 30 എണ്ണം നമ്മൾ കീപ്പ് ചെയ്യണം. അതാണ്, അത് ഞാനെങ്ങാണ്ട് ഇട്ടെന്ന് തോന്നുന്നു. ഒരു 10 എണ്ണം 6 എണ്ണം അങ്ങനെയൊക്കെയാണ് എഴുതി കൊണ്ടിരിക്കുന്നത്. അതുള്ളത് അത് നോക്കാം. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവര് നോക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ 30 നമ്മൾ എല്ലാ ദിവസവും ഒരെണ്ണം ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം നല്ലതല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ, ഒരു ദിവസം സെലക്ട് ചെയ്തിട്ട് അന്ന് 3 പേരുടെ ചെയ്തു, അങ്ങനെ എല്ലാ ദിവസവും ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്നാലും നമ്മൾ അത്രയും നമ്മുടെ എപ്പോഴും ഡാറ്റ വാല്യൂ വരുന്നത് കൂടുതൽ നമ്പർ വരുമ്പോഴാണല്ലോ. നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം കാണിക്കാനല്ലല്ലോ. അപ്പൊ ഒരു ദിവസം ഒരാളുടെയെങ്കിലും ചെയ്താൽ നന്നായിരിക്കും സാറ് പറഞ്ഞ പോലെ എന്ന് തോന്നുന്നു. പിന്നെ നമുക്കത് നോക്കാം. അത് സാറ് ചോദിച്ചിട്ട് പറയുമായിരിക്കും അല്ലേ സാറേ? ലക്ഷ്മി ഡോക്ടറെ, ഞാനൊരു അഭിപ്രായം പറയട്ടെ. പിന്നെ മൾട്ടിപർപ്പസ് വർക്കറും ആശാ വർക്കറും ഉള്ള ദിവസം ഉണ്ടാവുമല്ലോ, 5 ആശാ വർക്കർമാരില്ലേ? 5 ആശാ വർക്കർമാര് 2 ദിവസം വെച്ച് വരുന്നുണ്ടല്ലോ. അപ്പൊ അവര് വരുന്ന ദിവസങ്ങളിൽ അവരെ കൊണ്ട് ഒരാൾ ഒരു 6 ഫോം വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 30 എണ്ണം കിട്ടൂലേ? ആയിക്കോട്ടെ, നമ്മൾ ഇന്ന പോലെയാണെന്ന് തീരുമാനം എടുത്തോന്ന് വിചാരിച്ചാൽ മതി. അതായത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? മലയാളത്തിലല്ലേ ഫോം, അത് വായിച്ച് ടിക്കിട്ട് പോകാനല്ലേ ഉള്ളൂ. ജസ്റ്റ് അവരെ കൊണ്ട് ടിക്ക് ചെയ്ത് വെച്ചാൽ മൾട്ടിപർപ്പസ് വർക്കർക്ക് അത് ആഡ് ചെയ്തിട്ട് ഏത് പ്രകൃതിയാന്നൊക്കെ എഴുതി വെക്കാൻ അവർക്ക് പറ്റുമല്ലോ. അപ്പൊ ഇവര് വരുന്ന ദിവസങ്ങളിൽ ഒരാൾ ഒരു 6 എണ്ണം വെച്ച് ചെയ്താൽ 30 എണ്ണം ആയില്ലേ ഒരു മാസത്തേക്ക്? മതി, അങ്ങനെയാണെങ്കിലും മതി. അങ്ങനെയാണെങ്കിലും മതി. നമ്മൾ എന്താണ് ഇതെന്താ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ എടുക്കണമെന്ന് ഇവര് വന്ന് ചോദിക്കും. ഇതെല്ലാം പ്രീവിയസ് സ്റ്റാൻഡേർഡ് ശ്രീജിത്ത് ഡോക്ടറെ, നമ്മൾ ഇങ്ങോട്ടല്ലല്ലോ കഴിഞ്ഞ. അല്ല, ഇങ്ങോട്ടും വേണം. ഇതിപ്പോ തൽക്കാലം പ്രീവിയസ് ആണെങ്കിൽ പോലും നമ്മൾ ഇനി അവര് ഇതിന് വരണ സമയത്തിനുള്ളിൽ ഇതെങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ അവര് ചോദിക്കും. ഇതിന് വരുന്ന ആൾക്കാർ ചോദിക്കും. പ്രീവിയസ്ലി നമുക്കിപ്പോ ഒരു 2 ദിവസം ഇരുന്ന് കുറച്ച് പേരുടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്താൽ പോലും ഇവര് വരുമ്പോ ചോദിക്കും, എങ്ങനെയാണ് ഹൗ ഡു യു ഡിസൈഡ് ഹൂസ് പ്രകൃതി ടു ടേക്ക് എന്നുള്ള ഒരു ചോദ്യം വരും. അപ്പൊ നമുക്ക് ഇന്നതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്നൊരു വിചാരം ഉണ്ടായാൽ മതി. ഈ പറഞ്ഞ തന്നെ പറയാം, നമുക്ക് ഇങ്ങനെ ആശാ വർക്കർമാർ വരുമ്പോ അവർക്കുള്ള ഒരു വർക്കായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ചില ദിവസം ഇപ്പൊ ഒരു ദിവസം ഒരെണ്ണം എന്നുള്ള രീതിക്കാണെങ്കിൽ വരുന്ന 4ാമത്തെ ആളെ, എല്ലാ ദിവസവും വരുന്ന 4ാമത്തെ ആളെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച 1ാമത്തെ ആളെ, ചൊവ്വാഴ്ച 2ാമത്തെ ആള്, ബുധനാഴ്ച 3ാമത്തെ ആള്, അങ്ങനെ ഒരാഴ്ചയിൽ നമ്മൾ 6 പേരെ എടുക്കണം ഇന്ന രീതിക്കാണെന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടായാൽ മതി. സോ വി ജസ്റ്റ് ഹാവ് ടു ഷോ ദാറ്റ് വി ആർ എന്താ പറയാ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണിക്കൽ മാത്രമല്ല കേട്ടോ, അതാണ് നമുക്ക് വേണ്ടതും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോ നമുക്ക് പുറകിലേക്ക് പോകാനായിട്ട് നമുക്ക് ഇത്രയുമാണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് പറയാം, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അറിയണം. ഇവര് വന്നിട്ട് ചോദിക്കുവേ എന്താണ് ചെയ്യുന്നേ എന്നുള്ളത്. ഓക്കെ, ബാക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് തുടങ്ങുമ്പോ കുറച്ച് നമ്മൾക്കൊരു എക്സ്ട്രാ വർക്ക് ഇടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫ്ലോ നമ്മൾ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻസിനും നമുക്കും ഒക്കെ ഉപകാരപ്രദമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പോലെയാണ്. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേപ്പർ സാധനങ്ങൾ കുറയുകയും ഹിസ്റ്ററി ടേക്കിംഗ് ബെറ്റർ ആവുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ഡേറ്റയൊക്കെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടാണ് ചോദ്യങ്ങൾ. ഇപ്പൊ നമ്മൾ NCD ക്ലിനിക്കിൽ എൻ്റർ ചെയ്യുന്ന പേഷ്യൻസിൽ ഒരു 90% ഡയഗ്നോസ്ഡ് നോട്ട് വിത്ത് അവർ
ഫെസിലിറ്റി. ഇതിന്റെ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡയഗ്നോസ്ഡ് വിത്ത് T2DM HT in last 2 years മാഡം. നമ്മൾ ഡയഗ്നോസ് ചെയ്തൊന്നും അവർ ചോദിച്ചിട്ടില്ല. നമ്മുടെ അവിടെ വരുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് DM ഉണ്ട്, HT-DM ഉണ്ട് എന്ന് മാത്രം മതി. അല്ലാതെ നമ്മൾ ഓൾറെഡി ഡയഗ്നോസ് ചെയ്താണെന്നില്ല. പേഷ്യൻസ് അതെ, അത് എത്ര പേരാണ് നമ്മുടെ അവിടെ, എത്ര പേര് ഇത് ഷുഗറും ഇതും ഹൈപ്പർ ടെൻഷനും ഉള്ളവര് വന്നു എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ വന്നവര്. അതിനകത്ത് ന്യൂ ഓൾഡും പറ്റിയല്ലേ? ന്യൂ ഓൾഡും പറ്റും. നമുക്ക് നമ്പർ അല്ലേ പറഞ്ഞിട്ടുള്ളൂ, ന്യൂ ഓൾഡ് എന്നൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. 2 കൊല്ലത്തേക്ക് ഓരോ മാസത്തില് എത്ര പേര് ഷുഗറും ഡയബറ്റീസും കൊണ്ട് വന്നു, അല്ല ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊണ്ട് വന്നു എന്നേ ചോദിച്ചിട്ടുള്ളൂ അവര്. നമ്മൾ ക്ലിനിക്കൽ ഡേറ്റയിൽ ഒരു കണക്ക് കൊടുക്കുന്നില്ല, അത് കൊടുത്താൽ മതിയോ? ഈ മതി 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 നമുക്കത് മതി. മതി. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഇതില് എവിടെയാണ് ഏതെങ്കിലും ഒരു അസസർ വന്നിട്ട് നമ്മൾ എവിടെയാണ് ഇത് കണക്ക് എടുക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ നമ്മള് ഇത് ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എഴുതുമ്പോ തന്നെ രജിസ്റ്റർ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നോമിനൽ രജിസ്റ്ററിൽ നമ്മള് സൈഡിൽ അതിനൊരു ഓപ്ഷനും കൂടെ ഇട്ടാ മതി. അത് എല്ലാത്തിനും നമുക്ക് ബുക്ക് വേണമെന്നേ ഉള്ളൂ. എന്ത് ചെയ്താലും ഒരു വിരോധമില്ല, നമുക്ക് ബുക്ക് വേണം. ഈ സാധനം ഇന്നടത്തുനിന്നാണ് എടുത്തത്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അവിടെ ഡയഗ്നോസ് ചെയ്തു എന്ന് നമ്മൾ കുഴപ്പമില്ല. അവിടെ നമ്മൾ NCDക്ക് ഡേറ്റ കൊടുക്കുന്നില്ലേ, അതേപോലെ തന്നെ അവിടെ എത്ര പേര് ഷുഗറും ഉള്ളവർ വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്പർ ഓഫ് ഇതേ യോഗയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എത്ര പേര് യോഗ സർവീസസ് എടുത്തു, അത് നമുക്ക് ഔട്ട്റീച്ച് ആക്ടിവിറ്റിയുടെ എണ്ണവും. ടോട്ടൽ യോഗ ബെനിഫിഷ്യറീസ് ആണ് ചോദിച്ചേക്കുന്നത്. യോഗ ക്ലബിൽ വരുന്ന ആൾക്കാര്, യോഗ അവിടെ ഡിസ്പെൻസറി ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാര്, എല്ലാവരെയും നമുക്ക് കൊടുക്കാം ഓരോ മാസം. പിന്നെ പ്രകൃതി പരീക്ഷ സ്റ്റാർട്ട് ചെയ്തോ? യെസ്. എത്ര പേരുടെ എടുത്തു? അത് നമ്മളിപ്പോ വളരെ കുറവ് തോന്നുന്ന ചില മാസങ്ങൾ ഇത്തിരി കൂട്ടിയിട്ടൊരു 10-20 എണ്ണം വരെയെങ്കിലും ഏകദേശം എത്തിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ കുറച്ചും കൂടെ ഇനി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്തു. ആദ്യം വന്നപ്പോ നമുക്ക് അറിയില്ലായിരുന്നു, NPWനെ ട്രെയിൻ ചെയ്ത് വരുന്ന സമയമായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാലോ. നമുക്ക് അത് ഒരു തെറ്റല്ലാത്തൊരു നമ്പർ നമ്മൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിപ്പോ പ്രകൃതി അസസ്മെന്റ് വെറുതെ ടിക്കറ്റ് പോലെ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. പിന്നെ IEC ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണോ? അതായത് നമ്മൾ അവിടെ പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയില് നമുക്ക് അവിടെ അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിക്ക്. ഞാൻ മാഞ്ഞൂർ ഹോം മെഡിസിൻ സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടർ ആണ്. നമ്മുടെ ക്ലബ് യോഗയുടെയും കൂടെ ഡാറ്റ എൻറ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ? ടോട്ടൽ എത്ര പേർക്കാണ് നമ്മൾ യോഗ ബെനിഫിഷ്യറീസ് ആരൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഡിസ്പെൻസറി വന്നവരെന്ന് ചോദിച്ചിട്ടില്ല. കണ്ടോ ഇവിടെ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് ടു ഹൂം യോഗ സർവീസസ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഇൻ ലാസ്റ്റ് 2 years. അപ്പൊ ക്ലബിലത്തെ ആൾക്കാർക്ക് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ആഡ് ചെയ്യേണ്ടി വരും. ടോട്ടൽ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് അത്രേ ഉള്ളൂ. കാരണം ഇതിലൊക്കെ നമുക്ക് രജിസ്റ്ററും ഉണ്ട്. 3-4 രജിസ്റ്റർ ഇല്ലേ യോഗക്കാർക്ക് തന്നെ. അപ്പൊ അതൊക്കെ നമുക്ക് പ്രൂഫ് ഉണ്ടല്ലോ പറയും. നമുക്ക് ആകെ പ്രശ്നം വരുന്നത് നമുക്ക് പ്രകൃതി അസസ്മെന്റും മറ്റേ ABCD അതിന്റെ പേരെന്താ, CBSE അല്ല CBAC, ആ സാധനം. ഇത് രണ്ടുമാണ് നമുക്ക് അത് ചെയ്യാനൊരു ലാഗ് ഉണ്ടായിരുന്നതും അത് നമുക്ക് ഡേറ്റ ഇല്ലാത്തത്. ബാക്കിയൊക്കെ മിക്കവാറും നമുക്ക് എല്ലാ സാധനങ്ങളും ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതൊന്ന് ക്രോഡീകരിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ അവൈലബിലിറ്റി ഓഫ് ഓൾ എസെൻഷ്യൽ മെഡിസിൻസിന്റെ എന്ന് പറഞ്ഞാൽ മതി. എസെൻഷ്യൽ മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് എല്ലാ മരുന്നുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അത് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത്. പിന്നെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ നോ ഡ്രഗ് റിയാക്ഷൻ അഡ്വേഴ്സ് കാണിച്ചു, കേസൊന്നും വന്നില്ല എന്ന് എഴുതി വെക്കണം. അതാണ്, നമുക്ക് കേസ് വന്നില്ല എന്ന് എഴുതി വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞത്. നമുക്ക് ഓരോ മാസം പിന്നെ ഈ മാസം ഇതൊന്നും വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാണ്ട് മറ്റത് ബുക്കിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് ടോട്ടലി വന്നില്ല എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ ഇത് നമുക്ക് ഓരോ മാസവും ഇന്ന മാസത്തിൽ ആരും വന്നില്ല എന്ന് എഴുതി വെക്കാം. പിന്നെ രജിസ്റ്റർ റിയാക്ഷൻ ഇതിനൊക്കെ രജിസ്റ്റർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെന്താ, ഇത് നടക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ യോഗ ഇൻസ്ട്രക്ടർ ആദ്യം ചെയ്തിരുന്നത് ഇപ്പൊ മറ്റേ MPHW ചെയ്യുന്നുണ്ടല്ലോ. മറ്റേ ആ പോർട്ടലിൽ കറക്റ്റ് ആയിട്ട് എല്ലാം കയറ്റുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൊടുത്താൽ മാത്രം മതി.
പിന്നെ OP രജിസ്റ്റർ ഉണ്ടോ, കംപ്ലൈന്റ് ബോക്സ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കംപ്ലൈന്റ് ബോക്സ് യൂഷ്വലി ഇല്ലെങ്കിൽ പുതിയത് മേടിക്കുകയാണെങ്കിൽ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് മേടിക്കുകയാണ് നല്ലത്. അതിന്റെ 2 പൂട്ട് വേണം. അത് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ഇന്ന ദിവസമാണ് എല്ലാ മാസവും തുറക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഇത്രാമത്തെ ദിവസം തുറക്കും, അത് ആരുടെ പ്രസൻസിലാണ് തുറക്കുന്നത്, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ എന്താ സിപ്പ് ഫയലില്ലേ, ഡ്രൈവ്, യെസ്, ഡ്രൈവില് അതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടാവും എന്തൊക്കെയാണ് ഒരു കംപ്ലൈന്റ് ബോക്സിന്റെ മുകളിൽ ഒട്ടിച്ചേക്കുന്ന സാധനത്തിന്റെ ഇൻസ്ട്രക്ഷൻസ്. കംപ്ലൈന്റ് ബോക്സ് മേടിക്കുവാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റുന്ന പോലത്തെ സാധനം മേടിക്കായിരിക്കും നല്ലത്. കാരണം എന്താ, നമുക്ക് കംപ്ലൈന്റ് വന്നോ ഇല്ലയോ എന്ന് അറിയണ്ടേ, എന്നാലേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ സാധനം അങ്ങനെ എന്തെങ്കിലും മേടിക്കുകയായിരിക്കും നല്ലത്. പിന്നെ IC മെറ്റീരിയൽ ഉണ്ടോ, പിന്നെ അത് നമുക്കൊരു മിക്കവാറും വേണ്ടത് നമ്മൾ പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയയിൽ അവർക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പ്രിന്റ് ചെയ്ത് വെക്കുക, ബുക്കിലെറ്റ് ആയിട്ട് വെക്കുക, അവിടെ ചാർട്ട് ഒട്ടിച്ച് വെക്കുക. അതല്ലാണ്ട് ഒരു പേഷ്യന്റ് ഇപ്പൊ ഡയബറ്റീസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡയറ്റ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെയുള്ള എന്തെങ്കിലും ഒരു പാംഫ്ലെറ്റ് പോലത്തെ സാധനം നേരത്തെ പ്രിപ്പയർ ചെയ്ത് അവർക്ക് അത് കൊടുക്കുക എന്നുള്ളതും, ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സ് അബൌട്ട് ഹെൽത്ത് പറയില്ലേ, അവർക്ക് അത് കൊടുക്കാനുള്ള സാധനങ്ങളും ഉണ്ടെങ്കിൽ നല്ലത്. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറയും, അതിനൊരു പേപ്പർ കഷ്ണം കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലത് എന്നുള്ള. പിന്നെ മെഡിക്കേഷൻ, അതാണ് ഇനി അടുത്ത വലിയ പ്രശ്നം നമുക്ക് വരാൻ പോകുന്നത്. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് നീറ്റായിട്ട് ഫുള്ള് വാക്കുകളിൽ ഓരോ പ്രാവശ്യവും നമ്മൾ വിത്ത് ഒപ്പ് ടൈം അത് ഒപ്പിട്ട് വെക്കണം. പിന്നെ അവര് മരുന്ന് കൊടുക്കുമ്പോഴും ഇതേപോലെ നമ്മൾ എത്ര എണ്ണാണ്, എത്ര ml ആണ്, എപ്പോഴാണെന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള്. ചില സ്ഥലങ്ങളിൽ അതിന്റെ ഇതുണ്ട്, സ്റ്റാമ്പ് ഉണ്ട്, സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാണ്, അങ്ങനെയാണോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുവാണോ, അങ്ങനെ എങ്ങനെയാണ് അത് കുറക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. ഫോർമാറ്റ് ഡോക്യുമെന്റ് പേഷ്യന്റ് ഡീറ്റെയിൽസ് ആൻഡ് ട്രീറ്റ്മെന്റ്, അത് നമ്മൾ നോമിനൽ രജിസ്റ്ററിൽ പലരും മരുന്നുകൾ എഴുതുന്നുണ്ട്. അത് ലെജിബിൾ ആയിട്ടാണോ, നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു എന്ന് നമുക്ക് അറിവ് ഉണ്ടാവണം. പേഷ്യന്റ് മാത്രമല്ലാണ്ട് അത് നമ്മളിപ്പോ 5 കൊടുക്കണോ 10 കൊടുക്കണോ എന്നുള്ളതാണ്. നമ്മള് മര്യാദയ്ക്ക് ലെജിബിൾ ആയിട്ട് എഴുതി വെക്കുന്നുണ്ടോ ഒരാൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കാം. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് അതുണ്ടെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ യുണീക്ക് പേഷ്യന്റ് നമ്പർ ആണ് നമുക്കിപ്പോ പ്രശ്നം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോ കൊല്ലം മാറുന്തോറും മാറുന്നത് കൊണ്ട് യുണീക്ക് പേഷ്യന്റ് റെക്കോർഡ് മറ്റേ ഇവർക്ക് ഹോമിയോക്കാർക്ക് കുഴപ്പമില്ല, അവര് മറ്റേ ഈ ഹോസ്പിറ്റലിലല്ലേ ചെയ്യുന്നത്, അവർക്കുണ്ട്. നമ്മുടെ അത് എന്താ തീരുമാനമായോ സാറേ, യുണീക്ക് പേഷ്യന്റ് നമ്പർ? അത് നമ്മൾ ഇട്ടിട്ട് നമ്പർ ഇട്ടിട്ട് അതിനകത്ത് ഇയർ ഇടാനാ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ മിക്കവാറും ഓരോ കൊല്ലത്തിന്റെയും കൂടെ ആ കൊല്ലവും കൂടെ സൈഡിൽ ആഡ് ചെയ്യാറുണ്ടല്ലോ നമ്പറിൽ, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ലെജിബിൾ ആയിരിക്കണം. പിന്നെ കൗൺസിലിംഗ് നമ്മൾ ഡിസീസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഫറൽ രജിസ്റ്റർ ഉണ്ട്, റെഫറൽ രജിസ്റ്റർ വേണം. അതിന്റെ രജിസ്റ്റർ ഡീറ്റെയിൽസ് അവിടെ മറ്റേ ആ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഡോക്യുമെന്റ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ എന്തൊക്കെ രജിസ്റ്റർ വേണം, അതിൽ എങ്ങനെയൊക്കെ ഹെഡിങ് ചെയ്തതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ രജിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, നോ വറീസ്. പക്ഷെ നമ്മുടെ വർക്ക് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനങ്ങൾ തന്നിരിക്കുന്നത്. റെഫറൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ റെഫർ ചെയ്യാം, പുറത്തേക്ക് റെഫർ ചെയ്യാം, ഹയർ സെന്ററിലേക്ക് റെഫർ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് ഇൻവേർഡ് ഔട്ട്വേർഡ് റെഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഇന്ന ആളെ ഇന്ന സ്ഥലത്തേക്ക് റെഫർ ചെയ്തു, പിന്നെ ആര് എങ്കിലും ഇങ്ങോട്ട് റെഫർ ചെയ്ത് വന്നാലും അത് എഴുതി വെക്കാവുന്നതാണ് റെഫറൽ രജിസ്റ്ററിൽ. പിന്നെ വെദർ സെന്റർ മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് രജിസ്റ്റർ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. സ്റ്റോക്ക് രജിസ്റ്ററും നമ്മൾ മരുന്ന് മേടിച്ചതിന്റെ ഇന്റിന്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ സ്റ്റോറേജ്, ഇതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് മരുന്നുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ അത് വെൽ ലേബിൾഡ് ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. അതായത് ഒരു അലമാര ഉണ്ടെങ്കിൽ ആ അലമാരയുടെ ഉള്ളിൽ എന്തൊക്കെ മരുന്നുണ്ടെന്ന് നമുക്ക് പുറത്തൊരു ലിസ്റ്റ് വേണം. പിന്നെ ഓരോ മരുന്നിന്റെ അടിയിൽ ആ മരുന്നിന്റെ പേര് ഉള്ളത്. പക്ഷെ അത് നമുക്ക് ഇത്തിരി പ്രശ്നമാണ്, കാരണം എല്ലാം ഒരേപോലെ ഇരിക്കുന്ന കാണാൻ. എന്നാലും നമ്മൾ ഇത് നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഫാർമസിസ്റ്റ്മാർക്ക് എസ്പെഷ്യലി അത് കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ വെക്കാം. അത് ഓരോന്ന് ലേബിൾ ചെയ്യുക. ആ ഇതിന്റെ സൈഡിൽ, അതായത് ആ റാക്കിന്റെ സൈഡിൽ ഈ റാക്കിൽ ഇന്ന മരുന്നുകൾ ഉണ്ട് എന്നും ലേബിള് ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ആ ലേബിൾ എഴുതുന്നത് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷയെ പോലെ നമ്മൾ പേഷ്യന്റ് കാണുന്നില്ല, അത് നമ്മൾ ഒരു ഭാഷ എടുക്കാവോ? ഇംഗ്ലീഷോ മലയാളോ? അതെങ്ങനെയാണ്?
അതിനൊന്നുമില്ല, അതിനൊന്നുമില്ല. ഇല്ല 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 ഇല്ല. കാരണം അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, പേഷ്യന്റ് കാണുന്നില്ലല്ലോ. ഇംഗ്ലീഷ് ആയാലും കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഇവിടെ ഈ 2 years മെഡിസിൻ 2 years എന്ന് പറയുമ്പോ എല്ലാ പ്രോജക്റ്റുകളിലും ഉള്ള ബാക്ക് 2 years ആണോ വേണ്ടേ? അതായത് GP ഡിപ്പാർട്ട്മെന്റ് എല്ലാം വേണോ സാറേ? എല്ലാം വേണം. പിന്നെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോ ഈ കാർട്ടൺ ബോക്സുകളിൽ പാടില്ല എന്ന് അങ്ങനെയുണ്ടോ സാറേ? അങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം പൊട്ടിച്ചെടുക്കണമെന്നാണ്. അതുപോലെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച കഷായപ്പൊടിയൊക്കെ ബക്കറ്റിനകത്ത് സ്റ്റോർ ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ബാച്ച് നമ്പർ എഴുതണം, അതേപോലെ മാനുഫാക്ചറിങ്, അത് എക്സ്പയറി, ഇത് എല്ലാം ആ ലേബലിൽ ഉണ്ടാവണം. വെളിയിൽ ബക്കറ്റിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കണം. ബക്കറ്റിന്റെ മേളിൽ മീൻസ് നമ്മൾ ലൂസ് ആക്കിയതാ അല്ലേ പറയണ സാറേ? അല്ലല്ല, ലൂസ് ആക്കിയത് ഒരു ഇതിനകത്ത് ഇട്ടിട്ട് അത് ഒന്നിൽ സ്റ്റീൽ കണ്ടെയ്നർ ആണ് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ തന്നെ കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിന്റെ ഈ പറഞ്ഞ ബാച്ച് നമ്പറും മാനുഫാക്ചറിങ് ഡേറ്റ് ഓഫ് മാനുഫാക്ചറും എക്സ്പയറി അതും രണ്ടും അതിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണം. അതൊരു കടലാസിൽ എഴുതിയിട്ട് അതങ്ങ് മറ്റേ ഇത് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചാൽ മതി, എന്താ പറയാ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പൊ പിന്നെ പറഞ്ഞു പോകത്തില്ല. അതേപോലെ കഷായം ഉണ്ടാക്കി വെക്കുമ്പോഴും ഇതുപോലെ അതിന്റെ കലത്തിന്റെ വായ മൂടി കെട്ടണം, വെള്ള ഇത് തോർത്ത് വെച്ചിട്ട്. എന്നിട്ട് അതിലും ഇതുപോലെ ലേബൽ ചെയ്യണം, ഇന്ന കഷായം അമൃതോത്തരെങ്കിൽ അമൃതോത്തരം, ഇന്ന പ്രിപ്പയർഡ് ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് അത്ര എഴുതി വെക്കണം. പിന്നെ എസെൻഷ്യൽ മെഡിസിൻ ലിസ്റ്റ് പ്രദർശിപ്പിക്കണം, അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് ഒന്ന് പറയാം. അത് ഒരു നമ്മുടെ അലമാരിയുടെ അവിടെ എസെൻഷ്യൽ അതൊരു ബുക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഡ്രഗ് നമ്മുടെ കയ്യിൽ നമുക്കില്ല. ആ ബുക്ക് തൽക്കാലം കീപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിൽ പ്രിന്റ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ഓർഡർ വന്നേക്കുന്നത് അതാണോ ഉദ്ദേശിക്കുന്നത് സാറേ? ഒരു ഓർഡർ നമ്മൾ പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്ന സാധനമാണോ ഉദ്ദേശിക്കുന്നത് സാറേ? അതൊരു ബുക്കുണ്ട്, ഒരു കുറെ പേജുള്ള ഒരു ബുക്കുണ്ട്. നമ്മളതിനകത്ത് കുറച്ച് മരുന്നുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നോക്കട്ടെ, അതിനകത്ത് ചിലപ്പോ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് ഇല്ല, അത് തന്നെയാണ്, ആ ബുക്കാണത്. സോഫ്റ്റ് കോപ്പി വെച്ചിരുന്നാ മതി, അത് നടക്കുള്ളൂ. അത് നമ്മുടെ ഡ്രൈവിനകത്തുണ്ട്, ഷെഡ്യൂൾ ചെയ്യും. അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അന്ന് പറഞ്ഞത് ഇത് മെയിൻ സ്റ്റോക്കിലും സബ് സ്റ്റോക്കിലും ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. എന്നിട്ട് ഈ പറഞ്ഞ പേരെല്ലാം എഴുതി വെക്കണം. അതുപോലെ അതിന്റെ ഡെയിലി അതിന്റെ കണക്കെടുപ്പ് നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ സബ് സ്റ്റോക്കിൽ പറഞ്ഞതിനകത്ത് ഓരോ ദിവസവും വേറൊരു, നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് അറിയില്ല, വേറൊരു രജിസ്റ്റർ വെച്ചിട്ട് അതിനകത്ത് ഡെയിലി പോകുന്നത് എഴുതി ആർക്ക് കൊടുത്തു എന്നുള്ളത് എഴുതണം എന്നാ പറഞ്ഞത്. ഏത് പേഷ്യന്റിന് കൊടുത്തു എന്നുള്ളത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ OP നമ്പർ എങ്കിലും നോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് മറ്റേ ലോക്കുള്ള സാധനത്തിൽ വെക്കണമെന്നുണ്ട്. അവർക്ക് ആക്സസിബിൾ അല്ലാണ്ട് ഏതെങ്കിലും ഇപ്പൊ ഒരു അലമാരി വെക്കുകയാണെങ്കിൽ അലമാരിയുടെ ലോക്കറുള്ള അങ്ങനത്തെ സാധനത്തിനുള്ളിൽ വെക്കണം എന്നാണ്. ഷെഡ്യൂളിൽ മാത്രം. അതിന്റെ ഡ്രഗ്സിന്റെ ലിസ്റ്റ് ഒക്കെ ആ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ റാക്കിലാണെങ്കിലേ അത് സെപ്പറേറ്റ് ബോക്സിൽ വെക്കണമെന്നുണ്ടോ, അതോ ആ റാക്കിൽ ഒരു തട്ടിൽ അതങ്ങ് അടിക്കാൻ മതിയോ? അത് പറ്റില്ല, കൂട്ടി വെക്കണം. കാരണം അത് ആൾക്കാർക്ക് വന്ന് എടുത്തോണ്ട് പോകാൻ പാടില്ല. അത് മറ്റേ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കയറിയത് എന്താ സാധനം, മറ്റേ ഇതൊക്കെ വിഷവസ്തുക്കളും നാർക്കോട്ടിക്സും ഒക്കെ ഉള്ള സാധനങ്ങളെയാണ് ഷെഡ്യൂളിൽ കയറ്റിയിരിക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് അത് വെറുതെ എടുത്തോണ്ട് പോകാൻ പാടില്ല. ഇത് പൂട്ടി തന്നെ വെക്കണം. നമ്മള് ഡെലിബറേറ്റ്ലി കൊടുക്കുന്ന ആൾക്കാർക്കല്ലാണ്ട് ആൾക്കാർക്ക് ആക്സസ് ആവാൻ പാടില്ല എന്നുള്ളതിനാണ് നമ്മൾ പൂട്ടി വെക്കുന്നത്. റാക്കിൽ വെറുതെ വെക്കാൻ പാടില്ലത്. പിന്നെ ഈ കാർട്ടൺ ബോക്സസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊക്കെ നനയാനും പൂപ്പല് വരാനും ഒക്കെ സാധ്യത, എലി കരളാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ടാണ് അതില് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ കാർട്ടൺ ബോക്സസ് കണ്ടാൽ അത് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ്, ആയുർവേദം അല്ല. അതിൽ നമുക്ക് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു ലിസ്റ്റാണ്. പക്ഷെ അതിൽ പലതും നമ്മൾ ഉപയോഗിക്കാത്ത മെഡിസിനും നമ്മുടെ സ്റ്റോക്കിൽ ഇല്ലാത്ത. അപ്പൊ നമ്മൾ ഇതിന് ആൻസർ യെസ് ഓർ നോ എന്താ കൊടുക്കണ്ടേ? അത് നമ്മുടെ ഇത് തന്നെയാണ് മാഡം. നമ്മളും ഉപയോഗിക്കാത്ത കുറേ മരുന്നുകളുണ്ട്. അതിന്റെ വലിയൊരു ബുക്കാണ് ഈ പറഞ്ഞ പോലെ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ സോഫ്റ്റ് കോപ്പി വെക്കാനാണ് സാർ നേരത്തെ പറഞ്ഞത്. നമ്മുടെ എല്ലാ മരുന്നൊന്നും ഇല്ല നമ്മുടെ അതിൽ. നമുക്ക് ആവശ്യമുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് യെസ് പറയണമെന്നുള്ള അർത്ഥമേ ഉള്ളൂ നമുക്കിപ്പോ. അല്ലാണ്ട് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ്
കൂടെ തന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതുമായിട്ട് റിലേറ്റഡ് അല്ല, ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പറഞ്ഞു പോയല്ലോ. അപ്പൊ അതില് യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ ആണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ സ്ഥാപനത്തില് ഒട്ടുമിക്കതും ഡാമേജ്ഡ്. അപ്പൊ അന്ന് നമുക്കൊരു എക്സ്ട്രാ ഇൻസ്ട്രുമെന്റ് വേണം. അപ്പൊ ഞാൻ ആ ഗൂഗിൾ ഫോമില് ഞാൻ അതേഴ്സ് കൊടുത്തിട്ട് വേണം, അങ്ങനെ ഒരു ഫോം നമുക്ക് തന്നിരുന്നല്ലോ, കിട്ടിയിരുന്നു ഗ്രൂപ്പില്. അപ്പൊ നമ്മൾ ഈ എക്സൽ ഷീറ്റിൽ നമ്മൾ എന്താ ചെയ്യുക? യെസ് ഓർ നോയിൽ എന്താ ഡാമേജിന് കൊടുക്കുക? ഡാമേജിന് തന്നെ കൊടുത്താൽ മതി തോന്നുന്നില്ല. 5 മാർക്ക് കൊടുക്കാൻ പറ്റില്ലേ സാറേ? കൊടുക്കാം, 5 മാർക്ക് കൊടുക്കാം. 10 അല്ല 0 അല്ലാണ്ട് 5 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിമാർക്കിൽ എഴുതാൻ പറ്റുമായിരിക്കും ഡാമേജിന്. ഡാമേജ് സാധനം അവിടെ ഉണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. നോക്ക് തരാൻ പക്ഷെ എഴുതിക്ക്. അപ്പൊ കഴിഞ്ഞില്ലേ? നമുക്കിനി അടുത്തതിലേക്ക്. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ അവിടെ വരുത്തേണ്ട കുറെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ കയ്യിൽ എല്ലാത്തിനും ഇതുണ്ടോന്ന് അറിയണം, എന്താ രജിസ്റ്ററുകൾ ഉണ്ടോന്ന് അറിയണം. 2, നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് നമ്മൾ രണ്ടാമത്തെ വലുതായിട്ട് നോക്കുന്നത്. കാരണം നമ്മൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് ഇൻഫെക്ഷൻ കൊണ്ട് പോരും. ഇപ്പൊ ഹാൻഡ് ഹൈജീനിന്റെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ, പിന്നെ ഇത് മെഡിസിൻ സ്റ്റോറേജും ഡിസ്പെൻസിങ്ങും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, കറക്റ്റ് മരുന്ന് തന്നെയാണോ കൊടുക്കുന്നത്, അതിനെന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ, രണ്ടാമതും നല്ലോണം നോക്കിച്ചപ്പോ നമ്മുടെ ഈ എൻട്രി ലെവൽ ആയതുകൊണ്ടാണ്. മറ്റവര് പറയുമ്പോ അവര് എന്താ സിമിലർ സൗണ്ടിങ് ആയിട്ടുള്ള പേരുകൾ അടുത്ത് വെക്കരുത്, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ പറയും. മറ്റേ ഞാൻ പറഞ്ഞില്ലേ അഹല്യയിൽ പോയപ്പോ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ SOP ഉണ്ട്. അതായത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു ഇന്ന കംപ്ലൈന്റ് വന്നാൽ ഇന്ന രീതിക്കാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സ്പയറി വന്നാൽ ഇന്ന രീതിക്ക്, എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡിസ്പെൻസറിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഒരു പേഷ്യന്റ് വന്നാൽ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത്, ഹൂ ഇസ് ഓതറൈസ്ഡ് ടു ഗിവ് ഓൾ ദിസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അവിടുത്തെ എല്ലാ സ്റ്റാഫിനും അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ക്ലീനിങ് നടക്കുന്നത്, അയ്യോ എനിക്കറിയില്ല PTs ആണ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ദിവസവും എന്ത് ക്ലീനിങ് നടക്കുന്നു, ആഴ്ചയിൽ ഒരിക്കൽ എന്ത് തരത്തിലുള്ള ക്ലീനിങ് ആണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഈ മെയിൻലി നമ്മുടെ കൂടുതലായിട്ട് സാധനം നമ്മൾ നോക്കുന്നത്, ഒന്ന് ഇത് ഇൻഫെക്ഷൻ കൺട്രോൾ, 2 മെഡിസിൻ സ്റ്റോറേജ് ഡിസ്പെൻസിങ്ങിന്റെ ഒക്കെയാണ്, ഹൈജീനിന്റെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ട്രെയിനിങ്ങിന്റെ വന്നില്ല അതിന്റെ ഇടയ്ക്ക്, തീർന്നു. ഇനിയിപ്പോ നോക്കട്ടെ. അതാണ് അടുത്ത വലിയ കാര്യം നമുക്കിപ്പോ ചെയ്യാൻ പറ്റണത്. ബാക്കിയൊക്കെ വെറും ഡേറ്റ കളക്ഷൻ ആണ്. അതാ അപ്പൊ ഇനി അടുത്തത് വരുന്നത് മാഡം, ഈ എക്സ്പയറി 3 months ബാക്ക് നമ്മുടെ സ്റ്റോക്കിൽ കാണാൻ പാടില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ മാഡം? സാറേ ഹലോ. നമ്മളെ എക്സ്പയർഡ് മെഡിസിൻ നമ്മളവിടുന്ന് മാറ്റണം. അതിന് എക്സ്പയർഡ് അല്ല സാറേ, അതായത് 3 months ഉള്ള, അങ്ങനെ എവിടെയോ വായിച്ച പോലെ ഇങ്ങനെ തോന്നി. ഏതോ ഇതിനകത്ത് 3 months അങ്ങനെ ഞാൻ കേട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ. എക്സ്പയറിക്ക് ഇനി 3 മാസമേ ഉള്ളൂ എന്നുള്ള സാധനം അവിടുന്ന് മാറ്റണമോ? അങ്ങനെ നമ്മള് അത് മാറ്റിയെടുക്കണോ, അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കണോന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ അതങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലേ. അത് അന്വേഷിക്കാം. 3 ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഏതൊക്കെ എക്സ്പയറി മെഡിസിന്റെ കാര്യം, പിന്നെ നമ്മള് വേറെ പ്രകൃതി അസസ്മെന്റ്, അതിന്റെ എത്ര ഫോം വേണം എന്നുള്ളത്, പിന്നെ മാർക്ക് ഇതിന്റെ 2 മന്തിനും കൂടെ കൂട്ടിയിട്ടാണോ എക്സ്പയറി മെഡിസിനെ മാറ്റുന്നതിന് എന്തെങ്കിലും SOP ഉണ്ടോ? അത് ഇതുവരെ ISML ആക്കിയിട്ടില്ല. നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്? ഒരു മെഡിസിൻ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒളിപ്പിച്ചു വെക്കാം. അതല്ല, ശരിക്കും അത് മാനുഫാക്ചറേഴ്സിന് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് പോളിസി. ഡോക്ടർ, ഹലോ, DMO ആണ് ഡോക്ടർ. എക്സ്പയറി ആയത് ഔഷധിക്ക് നമുക്ക് ഒരുപാട് ബൾക്ക് ഉണ്ടെങ്കിൽ ഔഷധിക്ക് നമുക്ക് എഴുതാൻ സാധിക്കും. എന്തെങ്കിലും അങ്ങനെ ഒരു ഇത് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാണ് മാഡം പറഞ്ഞെന്ന് തോന്നുന്നു. മാഡം 3 മാസമുള്ള സാധനം നമ്മൾ ഔഷധിയിലേക്ക് തിരിച്ച് മാറ്റി തരാൻ പറയാമോ എന്ന് ചോദിക്കാൻ പറ്റുന്ന അതാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഔഷധിയിലൊന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഔഷധിയിൽ അതായത് ബൾക്കായിട്ട് ചിലത് ഇങ്ങനെ ഡാമേജ്ഡ് ആയിട്ട് വരുന്നതും, ചിലത് ഇവര് തരുന്നേ തന്നെ വളരെ എക്സ്പയറി ഡേറ്റ് വളരെ റീസെന്റ് ഇതായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന സാധനങ്ങളായിരിക്കും. അങ്ങനെയുള്ളത് അവർക്ക് തിരിച്ച് നമുക്ക്
ചെയ്തിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും, സ്റ്റോക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്, അത് ചോദിക്കണം, ഔഷധിയോടൊന്ന് നമുക്ക് ചോദിക്കാം. ഡാമേജ് മാറ്റി തരുന്നുണ്ട് മാഡം. എക്സ്പയറി ആയിട്ടില്ലെങ്കിൽ അവർ ഡാമേജ് മാറ്റി എക്സ്പയറി ആയിട്ടില്ല അല്ല ഡോക്ടറെ, ചില ചിലപ്പോ വരുന്ന മരുന്നുകൾ എക്സ്പയറി അടുത്ത വിത്തിൻ മന്ത്സ് ആയിരിക്കും തരുന്നത്. അങ്ങനെയുള്ളതൊക്കെ അവർ മാറ്റി തരാറുണ്ട്. അപ്പൊ അത് ചോദിച്ചിട്ട് പറയാം ഡോക്ടറെ. ശരി ഡോക്ടറെ. ലക്ഷ്മി അതോടെ നോട്ട് ചെയ്യണേ, എക്സ്പയറി. സാറേ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ട്രെയിനിങ് അതിനിടയിൽ കടന്നുപോയോ? ഇല്ല, അതാ ഞാനും നോക്കിയ ട്രെയിനിങ് കണ്ടില്ല. ഞാൻ ഈ ആൾക്കാരുടെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോ തീരാറായോ എന്ന് വിചാരിച്ചു. സ്റ്റാഫിന്റെ ലിസ്റ്റ് ലാസ്റ്റ് വന്നിരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, അത് കുഴപ്പമില്ല. ട്രെയിനിങ് എടുത്തത് ഇത് നമുക്ക് പല രീതിക്കുണ്ട്. അതായത് നമ്മുടെ ഡിസ്പെൻസറിയിൽ നിന്ന് ഡോക്ടർമാര് പുറത്തു പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് എഴുതണം. നമ്മള് പുറത്തു പോയി അറ്റൻഡ് ചെയ്തത് ഒരു സൈഡിൽ എഴുതണം. പിന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ട്രെയിനിങ്സ്, അതായത് ഇപ്പൊ ഈ നടന്നത് ഉൾപ്പെടെ നമ്മുടെ ഉള്ളില് നമുക്ക് എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്നൊക്കെ PTSനെ ഒക്കെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ക്ലീനിങ്ങിന്റെ ഷെഡ്യൂൾ PTSനെ പഠിപ്പിച്ചു. പിന്നെ ഫാർമസിസ്റ്റിനോട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ട്രെയിനിങ് ആക്കാം നമുക്ക്. നമ്മളുടെ ഉള്ളില് ഡിസ്പെൻസറിയുടെ ഉള്ളില് ട്രെയിനിങ്ങുകൾ നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണം. അത് ആ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതില് നമ്മൾ ഓരോ മാസം അതായത് ട്രെയിനിങ് ഒരു പ്രാവശ്യം കൊടുത്തു എന്ന് മാത്രമല്ല, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ട്രെയിനിങ്സ് കൊടുക്കാം. നമ്മുടെ സ്റ്റാഫിന് ഇടയ്ക്ക് പുറത്തുപോയി ട്രെയിനിങ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതി വെക്കാം. അങ്ങനെയുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ എഴുതി വെക്കണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിനും ഡോക്യുമെന്റേഷൻ വേണം എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ CHO പോയി കിട്ടുന്ന ട്രെയിനിങ് ഏതാണെന്നുള്ളതും, അതല്ലാണ്ട് CHO ഇത് കേട്ടിട്ട് വന്നിട്ട് നമ്മളിപ്പോ ഒരു ട്രെയിനിങ്ങിന് CHO പോയി, അത് കഴിഞ്ഞ് അത് കേട്ടിട്ട് വന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇതിന് നമ്മുടെ സ്റ്റാഫിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ അപ്പൊ അത് 2 ട്രെയിനിങ് ആയില്ലേ. CHO പോയി കേട്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇതിനൊരു രജിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മള് ഇന്ന ഡേറ്റിന് ഇന്ന ടോപ്പിക്കിൽ ഇന്ന ആള് ട്രെയിനിങ് കൊടുത്തു, ഇന്ന ആൾക്കാർ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ ഒപ്പ്, അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ ഒപ്പ് നമുക്ക് ഇടിപ്പിച്ച് മേടിക്കാം. അവിടെ അഹിയൽ എങ്ങനെയുണ്ടായിരുന്നു വെച്ചാല്, അവിടെ ഓരോ ആൾക്കാരുടെ കയ്യിലും ഓരോ കാർഡിന്, നമ്മുടെ ലൈബ്രറി കാർഡ് പോലെ അതില് ഇന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇന്ന ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിങ് എടുത്ത ആളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഒരു ട്രെയിനിങ് നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് ട്രെയിനിങ് പുറത്തു പോയാണോ എന്നുള്ളതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾക്കിപ്പോൾ ട്രെയിനിങ് ചെയ്തു എന്ന് നമുക്ക് ഇനിയും ഉണ്ടാക്കാവുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിലേക്ക് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നെ വെച്ചിട്ട് ട്രെയിനിങ് ബാക്കിയുള്ളവർക്ക് കൊടുത്തു. സ്റ്റാഫിനോട് കൈ എഴുതണം എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതപ്പോ അത് മാത്രമായിട്ടൊരു നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് നടത്തിയില്ലെങ്കിൽ പോലും നമുക്കതിനെ ട്രെയിനിങ് ആയിട്ട് കാണിക്കാവുന്നതാണ്. പിന്നെ ഇത് പേഷ്യന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് പേഷ്യന്റ് എങ്ങനെയാണ് അത് ഒരു നമ്മളായിട്ടും ചോദിച്ചു വെക്കാം. അതല്ലാണ്ട് ഇതിന് പക്ഷെ മാർക്ക് ഇല്ലല്ലോ ഇപ്പൊ, ഉണ്ടോ? പേഷ്യന്റ് ഇന്റർവ്യൂ ഒരു 10 ഇടാൻ തോന്നുന്നു. ആർ യു പാർട്ടിസിപ്പേറ്റിംഗ് റെഗുലർലി ഇൻ സച്ച് സെഷൻസ്? എന്ന് വെച്ചാൽ പേഷ്യന്റിനോട് അവര് വരുമ്പോ ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഇത്. അവര് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ലാബ് ഉണ്ടോ, പഞ്ചർമ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഒരു സാധനം ഫില്ല് ചെയ്യണതിന്റെ കാര്യങ്ങള്. ഹലോ ഡോക്ടറെ, ഈ പേഷ്യന്റ് ഇന്റർവ്യൂ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാരണം എന്താ വെച്ചാൽ അത് നെയിം ഓഫ് ഒരു വ്യക്തിയുടെ ചെയ്യുന്നതാണോ അതോ രോഗി സംതൃപ്തിയാണോ? ഒരു സംശയം ഉണ്ട്, അതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനിയർ എടുത്തു വെച്ച് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇതിപ്പോ പേഷ്യന്റ് പ്രൈവസി ടേക്കൺ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പറയും. പക്ഷെ അവരുടെ ഒപ്പീനിയൻ എടുക്കുന്നത് നമ്മളൊരു ക്വസ്റ്റിയർ പോലെ ഒറ്റ പേജ്, എനിക്ക് തോന്നുന്നത് ആ ബുക്കില്ലേ നമുക്ക് തന്ന ആ ബുക്കിന്റെ അവസാനം ആ ഒരു ക്വസ്റ്റിയർ പോലത്തെ സാധനം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അല്ലേ ഡോക്ടറെ? അതിന്റെ പുറകിൽ ഇങ്ങനെ ക്വസ്റ്റിയർ ആയിട്ട് ലാസ്റ്റ് പേജ് ഇതാണ്. പിന്നെ അതിന്റെ മലയാളമാണ് നമ്മൾ പേഷ്യൻസിന് കൊടുത്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ഫോം എന്നുള്ള രീതി, ഇതിന്റെ മലയാളം കൊടുത്തിട്ടാണ് ഫീഡ്ബാക്ക് ഫോം എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. ഇത് മറ്റേ
ഈ അസസേഴ്സ് വരുമ്പോ അത് നേരിട്ട് ഓരോ പേഷ്യന്റിനെ ഒരു 4-5 പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അവരൊരു റിമാർക്സ് എടുക്കുന്നതാണത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത് ഫില്ല് ചെയ്യുമ്പോഴേ ഇത് ഫില്ല് ചെയ്യേണ്ടതുണ്ടോ? അന്നേരം ഒരാളുടെ ആയിട്ടാണ് എഴുതുന്നത്, നെയിം ഓഫ് ഇല്ല ബെനിഫിഷ്യറി വേണ്ട, ഇതൊന്നും വേണ്ട. ഇതാ ഫോട്ടോ പോലെ തൽക്കാലം ഇത് ഒഴിവാക്കാം. ഓക്കെ ഡോക്ടർ. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ചെയ്ത് തുടങ്ങിയോ എല്ലാരും? സാറേ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, തൽക്കാലം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോ ഇതിനകത്ത് സംശയങ്ങളുള്ളത് ഗ്രൂപ്പുകളിൽ ചോദിക്കുക. പിന്നെ നമ്മളിപ്പോ നോട്ട് ചെയ്ത കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് നാളെ തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ മന്ത് വൈസുള്ള മാർക്ക് എങ്ങനെ ഇടണം എന്നുള്ളതും, പിന്നെ പ്രകൃതിയും CBSE എത്രണ്ണം ഒരു മാസം മിനിമം വേണം എന്നുള്ളതും, എക്സ്പയറി മെഡിസിൻ എന്ത് ചെയ്യണം എന്നുള്ളതുമാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് അല്ലേ? വേറെന്തായിരുന്നു ഉണ്ടായിരുന്നത് ഡൗട്ട്? എന്തെങ്കിലും വിട്ടുപോയോ ഡോക്ടേഴ്സ്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡോക്ടർ, മെഡിക്കൽ എക്യുപ്മെന്റ് കാര്യത്തില് നമുക്ക് ലാബ് സർവീസ് ഇല്ലാത്തടത്ത് ഈ എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും മേടിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം സാലിസ്, ഹീമോഗ്ലോബിനം, ബിറ്റർ അങ്ങനെ എല്ലാം പറയുന്നുണ്ടല്ലോ, എല്ലാം വേണം നിർബന്ധമുണ്ടോ? ഉണ്ട്. അത് ഞങ്ങൾ ഇത് ചോദിച്ചതാണ്, ഇങ്ങനെ വെറുതെ എന്തിനാണ് ഇത് ഇങ്ങനെ പൈസ നശിപ്പിക്കുന്നതെന്ന്. അപ്പം അവർ പറഞ്ഞ എന്താ വെച്ചാൽ NABH സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയയില് ഈ സർവീസുകൾ അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് അവിടെ വേണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അത് കത്തെഴുതി അതിൽ നിന്ന് റിമൂവ് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ സാധനം നമുക്ക് വാങ്ങിച്ചു വെച്ചേ പറ്റൂ. അപ്പം നമുക്ക് ശരിക്കും ഇതൊരു വേസ്റ്റ് അല്ലേ ലാബ് ടെക്നീഷ്യൻ അല്ലാതെ ഇല്ലാത്തത്? പറഞ്ഞു. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളോട് പറഞ്ഞത് അവരിതാണ്. അപ്പൊ നിങ്ങൾ ഒന്നിൽ സർട്ടിഫിക്കേഷൻ ക്രൈറ്റീരിയ അതിനെ മാറ്റിക്കണം എന്ന് പറഞ്ഞു. അതിപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഗതിയല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നാം അത് എവിടെയൊക്കെ എന്തൊക്കെ ഇല്ലാത്തതെന്ന് നോക്കിയിട്ട് നാമിൽ തന്നെ അത് സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഗൂഗിൾ ഫോർമാറ്റിൽ നമ്മൾ ഇപ്പൊ നമ്മൾ നോന്ന് കൊടുക്കുക, ഇല്ലാത്ത അതിനകത്ത് നോന്ന് കൊടുക്കുക. നമ്മളിപ്പോ ചെയ്യുന്നതിൽ നോന്ന് കൊടുക്കുക. ഇപ്പൊ പിന്നെ ആ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ഡാമേജ്ഡ് ആണെങ്കിൽ എന്താ പറയാ യെസ് എന്ന് കൊടുത്തിട്ട് 5 മാർക്ക് ഇടുക. അത് മാത്രം ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഗൂഗിൾ ഫോർമാറ്റ് ഇനിയെല്ലാം ഇത് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്ത് വരുത്തണം അല്ലെ? അതെ, വരുത്തണം. അത് ഞാൻ ഒന്നായിട്ട് വാങ്ങിക്കുകയാണ്. ഇനിയിപ്പോ ചിലപ്പോൾ ഇത് സപ്ലൈ ചെയ്തില്ല എങ്കിൽ തന്നെ ഇതിന്റെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഉള്ള ഡോക്യുമെന്റ് നമുക്ക് തരും. അത് നമ്മൾ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നാമിന്ന് കിട്ടിയ ഡിജിറ്റൽ BP അപ്പാരറ്റസ് 2 എണ്ണം മേടിച്ചിരുന്നു. അത് 2ഉം കേടായിപ്പോയി. അപ്പൊ നാമിൽ അറിയിച്ചപ്പം അത് അറിയിക്കാം, അപ്പം തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വീണ്ടും ഇനിയിപ്പം ഓർഡർ അതില് ഫോർമാറ്റിൽ കൊടുക്കാലോ അല്ലെ? ആവശ്യപ്പെടാലോ അല്ലെ? ആവശ്യപ്പെടാം. ഡാമേജ്ഡ് ഓൾഡ് വൺ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് വൺ എന്ന് പറഞ്ഞിട്ട് വേണേ റിമാർക്സ് കൂടെ ഒന്ന് കൊടുത്താൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ. എന്നാ ഇനി വൈൻഡ് അപ്പ് ചെയ്യട്ടെ? വേറെന്തെങ്കിലും പറയാനുണ്ടോ മാഡം? മാഡം ഉണ്ടോ? DMO മാഡത്തിന് ഉണ്ട്. മാം ഉണ്ട്. മാഡം എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടറെ താങ്ക്സ്. കാരണം നന്നായി പറഞ്ഞു എല്ലാ കാര്യങ്ങളും. ഞാനും ഇതില് പുതിയ ഒരാളാണ്. കാരണം കുറച്ച് വർഷമായിട്ട് ഹോസ്പിറ്റലായതുകൊണ്ട് NABH ഇതിന്റെ കാര്യങ്ങളെ ഇത്രയും ശരിക്കതൊരു ബൃഹത്തായ കാര്യമാണ്, കുറേ കാര്യങ്ങൾ. അപ്പോ ഈ ഓഫീസേഴ്സിന് ഇത് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ ടൈമും കുറച്ച് കുറവായി പോയി തോന്നുന്നു ഇത് കേട്ടിട്ട്. അപ്പൊ എല്ലാവരും 13 പേരെ നമുക്ക് ഇനിയുമുണ്ട്. ആ PPT-യിൽ ഞാൻ എടുത്തു വെച്ചിരുന്ന PPT-യിൽ ഇതിന്റെ ചാപ്റ്റർ വൈസുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് മാഡം. അത് നമുക്ക് സമയമില്ല. ഓക്കെ ഡോക്ടറെ, അത് എനിക്ക് ആദ്യം 1 മണിക്കൂർ കേൾക്കാൻ സാധിച്ചില്ല ഡോക്ടറെ. ഒരു ഫംഗ്ഷനിലായി പോയി. പിന്നെ കേട്ടപ്പോഴാണ് മനസ്സിലായ. ഡോക്ടറെ നന്നായി അവർക്ക് പറഞ്ഞു കൊടുത്തു. വെരി വെരി താങ്ക്സ്. ശ്രീജിത്ത് ഡോക്ടർ അത് നന്നായി അത് കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഹോമിയോ ഡോക്ടേഴ്സ് ഇതിലുണ്ട് എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം. ബാക്കി സ്റ്റാഫുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവരെല്ലാം ഇതിനു വേണ്ടി മെഡിക്കൽ ഓഫീസർമാർക്ക് വളരെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഇതൊരു ഇച്ചിരി നല്ല പണിയുണ്ട്. സമയം കണ്ടെത്തി തന്നെ ചെയ്യേണ്ടി വരും.
അപ്പോ എല്ലാവരും അത് വളരെ ഇൻട്രസ്റ്റോടെ ചെയ്യുക. സംശയങ്ങൾ ശ്രീജിത്ത് ഡോക്ടറോടും ലക്ഷ്മി ഡോക്ടറോടും ചോദിക്കുക. പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ഓഫീസർമാരോടും സ്റ്റാഫിനോടും പറയാനുള്ളത് സ്ട്രെസ്ഡ് ആവണ്ട. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കുറെ സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് ചെയ്യേണ്ടി വരും, അത് മനസ്സിലാക്കുന്നു. പക്ഷെ അത് സ്ട്രെസ്ഡ് ആവണ്ട, നമുക്ക് ഇത് പറ്റിയില്ലല്ലോ, ഇത് അങ്ങനെയൊന്നും ചിന്തിക്കുന്ന പറ്റുന്നത് ചെയ്യുക. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെയ്യുക. നമുക്കത് പോസിറ്റീവായിട്ടേ വരുള്ളൂ, സക്സസ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പ്രത്യേകിച്ച് ശ്രീജിത്ത് ഡോക്ടർക്കും ലക്ഷ്മി ഡോക്ടർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. ശരി ഡോക്ടറെ, ശ്രീജിത്ത് ഡോക്ടറെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.